സ്ത്രീ ജാതകം ഷഷ്ടാഷ്ടമം 6, 8. സ്ത്രീയുടെ ജാതകത്തിൽ നിന്ന് സ്ത്രീയുടെ ആണ് ബേസായിട്ട് നമ്മൾ എടുക്കുന്നത്. ആ സ്ത്രീ ബേസ് വെച്ചിട്ട് പുരുഷൻ ഈ സ്ത്രീക്ക് പറ്റിയ പുരുഷനാണോ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് നോക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ കൂറ് ചന്ദ്രൻ നിൽക്കുന്ന രാശി, അതിൻ്റെ 6ാമത്തെ രാശിയിലാണ് പുരുഷനാണെങ്കിൽ അത് ഷഷ്ടം. 6 എന്ന് പറയുന്നത് ഷഷ്ടം. അവിടുന്ന് 6ാമത്തെ രാശിയിൽ നിന്ന് സ്ത്രീ രാശിയിലേക്ക് 8 ആണ് ഷഷ്ട അഷ്ടമം. സ്ത്രീ ബേസ് ആ സ്ത്രീക്ക് പറ്റിയ പുരുഷനാണോ എന്ന് നോക്കുക. ഷഷ്ട അഷ്ടമം എന്ന് പറഞ്ഞാൽ സംഭാഷണത്തിൽ വർത്തമാനത്തിൽ അപാകതകൾ, ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുക, പിന്നെ വെറുതെ അടി കൂടുക. അപ്പോൾ ഷഷ്ടാഷ്ടമ ദോഷമുള്ള ജാതകം നമ്മൾ സാധാരണ എടുക്കാറില്ല. പിന്നെ ഈ ഷഷ്ടാഷ്ടമ ദോഷമുള്ള ജാതകത്തിലാണെങ്കിൽ ഇതിൻ്റെ ആ രാശിയുടെ അധിപൻ ഒരേ ആളാണെങ്കിൽ, ഇപ്പോൾ ഇടവൻ രാശി സ്ത്രീയാണ്, അതിൻ്റെ 8ാമത്തെ രാശി തുലാം, 6ാമത്തെ രാശി തുലാം. അപ്പോൾ ഇടവും തുലാമാണെങ്കിൽ നമ്മൾ എടുക്കാം. കാരണം രാശിയുടെ അധിപൻ ശുക്രനാണ്. രാശിയുടെ അധിപൻ 2 രാശിയുടെ അധിപൻ ഒരാളാണെങ്കിൽ ഷഷ്ടാഷ്ടമ ദോഷം ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് രാശിയുടെ അധിപൻ വ്യത്യസ്തനായി വരിക, ഷഷ്ടാഷ്ടമ ദോഷം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാറില്ല. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്താണെങ്കിൽ പ്രശ്നങ്ങൾ വളരെ കൂടാനുള്ള ചാൻസുള്ളതുകൊണ്ട് നമ്മളത് കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ പൊരുത്തങ്ങളെ പറ്റി പറഞ്ഞില്ലേ, രാശി പൊരുത്തം എത്ര പൊരുത്തങ്ങളാണ് ഉള്ളത്? എന്താ? രാശി പൊരുത്തം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തുടങ്ങല്ലേ. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ത്രീജാതകം ആണ് തുടങ്ങിയത്. ഓക്കെ, അപ്പം അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ജാതകം നമ്മുടെ മുമ്പിൽ വരികയാണെന്ന് വിചാരിക്കുക. ഓക്കെ, വരികയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ട ചില യോഗങ്ങളാണ്, സ്ത്രീയുടെ ജാതകം എടുത്ത് ആദ്യം നോക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞ സൗഭാഗ്യയോഗം, സുഖയോഗം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ബേസിക്കായിട്ട് നമ്മൾ അത് നോക്കുക. അപ്പോൾ ഈ സ്ത്രീക്ക് നല്ല സൗഭാഗ്യയോഗം ഉണ്ടോ, സുഖയോഗം ഉണ്ടോ, കുട്ടികൾ സന്താനയോഗം ഉണ്ടോ, വല്ല വൈദവ്യ യോഗം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കി കുഴപ്പമൊന്നുമില്ല, ശരി, നമ്മൾ ബോധ്യപ്പെട്ടു, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പുരുഷനെ ചേർക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം. നമ്മൾ പറഞ്ഞപ്പോൾ പഠിച്ചു 7 8 പാപനമാണെങ്കിൽ, കുജനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുരുഷൻ്റെ ജാതകത്തിൽ അപ്പം തന്നെ നമ്മളെടുത്ത് നോക്കുക, 7 ഉണ്ടോ, ഏതെങ്കിലും പാപനുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോസസ്സ്. പിന്നെയുള്ള സെക്കൻഡ് പ്രോസസ്സാണ് നമ്മൾ അതിൻ്റെ പൊരുത്തത്തിലോട്ട് കിടക്കുന്നത്. അതായത് ഈ സ്ത്രീ ജാതകവും ഈ പുരുഷ ജാതകവും തമ്മിൽ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. സാർ ഇന്നലെ അന്ന് ചോദിച്ചവർക്കുണ്ടോ, കുജൻ ആണ് 7 8 എങ്കിൽ ശനി ആണെങ്കിലും ദോഷം മാറുമോ എന്ന് ആരോ ചോദിച്ചില്ലേ? 60% ഓക്കെയാണ്, മാറും. 100% ആവില്ല, പക്ഷെ അങ്ങോട്ട് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ, രാഹുവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാപൻ്റെ ഒരു ആസ്പെക്റ്റും കൂടി കിട്ടുകയാണെങ്കിൽ ഓക്കെ. ദൃഷ്ടിയും കൂടി ഉണ്ടെങ്കിൽ അത് 100% ഓക്കെ ആവും. അതേപോലെ എല്ലാ ദോഷങ്ങളും 100% ദോഷങ്ങളല്ല. അതായത് ചൊവ്വ ഇപ്പം 7 8 നിൽക്കുമ്പോഴാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ പ്രശ്നം 12 നിൽക്കുമ്പോൾ ഉണ്ടാക്കണമെന്നില്ല. ഓക്കെ, 12 ചൊവ്വ നിൽക്കുമ്പം പറഞ്ഞോട്ടത്, 12 ചൊവ്വ നിൽക്കുമ്പോൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു തേർഡ് പാർട്ടി മൂലമായിരിക്കും. മനസ്സിലായോ? മൂന്നാമത് ഒരാളുടെ എൻട്രൻസ് കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുക. 4 ചൊവ്വ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ കുടുംബത്തിലായിരിക്കും. അതായത് കുടുംബാംഗങ്ങളുമായിട്ട് സ്പൗസിന് ചേരാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും. അത് ചിലപ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡും ആയിരിക്കാം. കാര്യം 4 പ്രോപ്പർട്ടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രോപ്പർട്ടി ആകാം, അത് വേണമെങ്കിൽ നമ്മുടെ കാറാകാം, നമ്മുടെ വീടാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആകാം, അവർക്ക് നൽകുന്ന ഗിഫ്റ്റ് ആകാം. മനസ്സിലായില്ലേ? ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നു എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ ഇല്ലേ? ഈ സാധനമൊക്കെ വന്ന് കയറുന്നത് 4 വരുമ്പോഴാണ്. 4 പ്രശ്നം വരും. അപ്പോൾ എല്ലായിടത്തും നിൽക്കുമ്പം ഒരു 100% നമുക്ക് പറയാൻ പറ്റില്ല, മോശമാണെന്ന് പറയാൻ പറ്റില്ല. കുറേയൊക്കെ നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളും കൂടിയാണ്. ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ കല്യാണം കഴിച്ചു വന്നു, ഈ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ മാത്രമേ നോക്കുന്നുള്ളൂ, എന്നെ നോക്കുന്നില്ല. അതെ, ഈ പെൺകുട്ടി പറയാണ്, ഇന്നലെ എപ്പോഴും നോക്കി അമ്മയും പെങ്ങളും അനിയൻ്റെ കാര്യമാണ്, എൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കണം, ഭാര്യയെ നോക്കണം. അപ്പം കുടുംബ സംബന്ധമായുള്ള ഇഷ്യൂ വരാനുള്ള
പോസിബിലിറ്റി ഇല്ല, 4 കൊടുക്കും. ചൊവ്വത്തിൽ ലഗ്നത്തിൽ നിന്ന് അയാൾ വളരെ അഗ്രസീവായിട്ടുള്ള ആളായിരിക്കും. വളരെ അഗ്രസീവായിട്ടുള്ള ആളായിരിക്കും അയാൾ. ഈ പറഞ്ഞ പോലെ മനസ്സിലായോ, അയാൾ പറയണ കേൾക്കേണ്ടി വരും. ഭയങ്കര അഗ്രഷനായിരിക്കും, അത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. സ്പൗസിന് താങ്ങാൻ പറ്റില്ല. 1-7 നോക്കുകയാണല്ലോ. വളരെ അഗ്രസീവായിട്ടുള്ള ആളുകളെ, ഒന്നിൽ ചൊവ്വ നിന്നാൽ തന്നെ അഗ്രസീവാണ്. ഒന്നിൽ ചൊവ്വ നിൽക്കുമ്പോഴേ ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ്. 2 ചൊവ്വ നിന്നാലും പ്രശ്നമാണ്. 2 ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അത് 7-ന്റെ അഷ്ടമമാണ്, സ്പൗസിന്റെ അഷ്ടമമാണ്. സ്പൗസിന്റെ ആയുസാണ് അവിടെ പ്രശ്നത്തിൽ വരുമ്പോൾ. മനസ്സിലായോ? കമ്മ്യൂണിക്കേഷൻ കൂടിയല്ലേ. അതെ, കമ്മ്യൂണിക്കേഷൻ അവിടെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്പൗസിന്റെ അഷ്ടമമായത് കാരണം ഈ പറഞ്ഞ പോലെ പരസ്പരം ദേഹോപദ്രവം ഏൽപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത് 8-ൽ ചൊവ്വ നിന്നാലും വരും. 8-ൽ ചൊവ്വ നിന്നാലും ഈ പറയുന്ന പോലെ അത് ഫൈറ്റ് അല്ല, അത് മാരേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മാരേജിൽ ഉണ്ടാവുമല്ലോ. ഇപ്പൊ 7 കേതു ആണെങ്കിൽ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങ് പോകും. ചിലപ്പോൾ ഈ പറയുന്ന പോലെ തല്ലും പിടി ഉണ്ടാവണമെന്നില്ല. ചൊവ്വ വന്നു കഴിഞ്ഞാൽ അവിടെ അവർ അടി ഉറപ്പാണ്, അടി പൊട്ടും. പക്ഷെ എല്ലായിടത്തും നിൽക്കുമ്പോഴും അങ്ങനെ വരണമെന്നില്ല. ഈ ചൊവ്വയും കേതുവും കൂടി വന്നാൽ ഒന്നുകൂടി ഭയങ്കര ഭീകരം. ഉണ്ട്. അത് അതാ ഞാൻ പറഞ്ഞ, അയാൾ അഗ്രസീവ് ആയിരിക്കുന്നു, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ആങ്കർ ഇഷ്യൂസ് ഒക്കെ ലഗ്നാധിപന് അത്ര പ്രശ്നമില്ല. ചൊവ്വ ലഗ്നാധിപനാണെങ്കിലും ചൊവ്വ ഇപ്പൊ 7-ാം ഭാവാധിപനാണ് ചൊവ്വ. 7-ാം ഭാവാധിപനായ ചൊവ്വ 8-ൽ നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ദോഷം പറയാൻ പറ്റില്ല. മേട എന്ന് പറഞ്ഞ ചൊവ്വയുടെ സ്വന്തം രാശിയല്ലേ. അവിടെ ചൊവ്വ നിന്ന ചൊവ്വ അതെ, അവിടെ പ്രശ്നം വരുന്നില്ല, അവിടെ അത് ബാധിക്കില്ല, അവിടെ ഒരിക്കലും ബാധിക്കില്ല. ചൊവ്വ സ്വന്തം രാശി നിൽക്കുകയാണ്, ഉച്ചത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രശ്നങ്ങളും പറയാൻ പറ്റില്ല. ചൊവ്വയുടെ സ്വഭാവം മാറും. അതേപോലെ വേറൊരു കാര്യം സാറ് ചോദിച്ചായിരുന്നല്ലോ, നമ്മൾ ഈ കുജന്റെയോ ശനിയുടെയോ രാശിയിൽ നമ്മൾ പറഞ്ഞില്ല, ചന്ദ്രനും വേറൊരു ശുഭനും നിൽക്കുകയാണെങ്കിൽ എന്താ ഒരു ഇഷ്യൂ പറഞ്ഞില്ല, അത് വന്ധ്യതായോഗമായിരുന്നു പറഞ്ഞു. വന്ധ്യതയാണോ പറഞ്ഞത്? നമ്മൾ എന്നിട്ടൊരു ഞാനത് അണ്ടർലൈൻ ചെയ്ത് ഇട്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് അതിൽ. അത് ചന്ദ്രൻ ശുഭനോടല്ല, ചന്ദ്രൻ ശുക്രനോടാണ്. ഓക്കെ സാറേ, ആ 4-ാമത്തെ പോയിന്റ് സാർ. 4 ചന്ദ്രൻ ശുക്രനോട് ചേർന്ന് നിൽക്കുകയും വേണം. കുജന്റെയോ ശനിയുടെയോ രാശികൾ ലഗ്നമാവുകയും വേണം. അവിടെ ആര് നിൽക്കണം? ഇവർ നിൽക്കുകയും വേണം. അതായത് കുജന്റെയോ ശനിയോ ലഗ്നമായിട്ട് വരികയും ആ ലഗ്നത്തിൽ പോയി ചന്ദ്രനും ശുക്രനും നിൽക്കുകയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞ വന്ധ്യാദി യോഗം. മനസ്സിലായോ? അതായത് കുജന്റെ പൊസിഷൻ, ശനിയുടെ പൊസിഷൻ, അതാണ് ലഗ്നം. ആ ലഗ്നത്തിൽ പോയി ആര് നിൽക്കുന്നു? ചന്ദ്രനും ശുക്രനും നിൽക്കുന്നു. അതാണ് വന്ധ്യാദി യോഗം. ചന്ദ്രനും ശുക്രനുമാണ് ഫെർട്ടിലിറ്റീനെ കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും കുജന്റെ ക്ഷേത്രത്തിൽ പോയാലും പോയി, ശനിയുടെ ക്ഷേത്രത്തിൽ പോയാലും, അത് ലഗ്നാധിപനാണെങ്കിൽ കേട്ടോ, അങ്ങനെയാണ് ആ കണ്ടീഷൻ. അപ്പോൾ അതൊന്ന് തിരുത്തിയേക്കണേ. ശരി, അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നോക്കി. ബേസിക്കായിട്ട് ഒരു ജാതകം കിട്ടിയപ്പോൾ സ്ത്രീയുടെ യോഗമൊക്കെ നോക്കി. അതിനുശേഷം നമ്മൾ പൊരുത്തത്തിലേക്ക് പോകുക. സാറ് പറഞ്ഞ പോലെ 10 തരത്തിലുള്ള പൊരുത്തം ഉണ്ട്. 8 തരത്തിലുള്ള പൊരുത്തവും 2 തരത്തിലുള്ള ദോഷവും അല്ലേ? 8 തരത്തിലുള്ള പൊരുത്തവും 2 തരത്തിലുള്ള ദോഷവും. 8 പൊരുത്തം വേണമെന്ന് നിർബന്ധമില്ല. ഒരു 5 പൊരുത്തമെങ്കിലും മിനിമം ഉണ്ടാവുന്നത് നല്ലതാണ്. മിനിമം 5 പൊരുത്തമൊക്കെ എടുക്കാം. മാക്സിമം 8 പൊരുത്തവും 2 ദോഷവും. വേദദോഷം, മധ്യമരജ ദോഷം. 8 കിട്ടണം നിർബന്ധമില്ല. 8 കിട്ടാറുണ്ട്. 8 പൊരുത്തം വരെ കിട്ടുന്നത് ഇന്നലെ നോക്കി. 9 പൊരുത്തമുണ്ട്. അതെ. അല്ല, 10-ൽ 10 ഉണ്ടെന്ന് പറഞ്ഞാൽ 8 പൊരുത്തമുണ്ട്. ആ 2 ദോഷവും ഇല്ലേ? ആ 2 ദോഷം ഇല്ല. അതാണ് ഈ പൊരുത്തം എന്ന് പറയുന്നത്. പൊരുത്തമായിട്ട് എടുക്കുകയാണ്. മധ്യമരഞ്ജുവും ഇല്ല, വേദദോഷവും ഇല്ല. അപ്പൊ അത് 2 പൊരുത്തമായിട്ട് എടുത്തു. അങ്ങനെയാണ് 10 എന്ന് പറയുന്നത്. 8 പൊരുത്തത്തിൽ 8 പൊരുത്തം കിട്ടണം നിർബന്ധമില്ല. രാശിപ്പൊരുത്തം വളരെ നിർബന്ധമാണ്. പിന്നെ ഗണപ്പൊരുത്തം, വശ്യപ്പൊരുത്തം,
മാഹേന്ദ്രപുരത്ത്, അതിൽ മൂന്നിലേതെങ്കിലും ഒരു പൊരുത്തം ഉണ്ടായിരുന്നു. അപ്പോൾ രാശിപ്പൊരുത്തം നിർബന്ധമാണ്. ഗണം, മാഹേന്ദ്രം, വശ്യം, അതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നു. പിന്നെ നിലപ്പൊരുത്തം, അതും കൂടിയിട്ടുണ്ടെങ്കിൽ മൂന്നായില്ലേ. പിന്നെ മധ്യപരിധി ഭേദദോഷത്തിൽ 5 പൊരുത്തമായി, 5 പൊരുത്തം ജാതകം എടുക്കണം. പിന്നെ എത്ര കൂടുന്നോ അത്രയും നല്ലത്. മിനിമം ഇത്രയെങ്കിലും വേണം. അത് ബാക്കി പറയും. പൊരുത്തങ്ങൾ വിവാഹ വിഷയത്തിൽ നക്ഷത്രം കൊണ്ടും ജാതകം കൊണ്ടും പൊരുത്തങ്ങൾ നോക്കുന്നു. പൊരുത്തങ്ങൾ 28 വിധമുണ്ടെങ്കിലും പ്രധാനമായും 10 പൊരുത്തങ്ങളാണ് നോക്കുന്നത്. സ്ത്രീകളുടെ നക്ഷത്രം ആധാരമാക്കിയാണ് നക്ഷത്ര പൊരുത്തം ചിന്തിക്കേണ്ടത്. 10 തരത്തിലുള്ള പൊരുത്തങ്ങളാണ്. ആദ്യത്തത് രാശി പൊരുത്തം, അതായത് രാശികൾ തമ്മിൽ പൊരുത്തം ഉണ്ടോ എന്ന് നോക്കുക. സ്ത്രീ ജാതകത്തിന് യോജിക്കുന്ന പുരുഷ ജാതകം നോക്കുന്നു. സ്ത്രീ ജാതകമാണ് അടിസ്ഥാനം. ചന്ദ്രരാശി നോക്കിയാണ് പൊരുത്തങ്ങൾ നോക്കുന്നത്. അതായത് നമ്മൾ ലഗ്നമല്ല എടുക്കുന്നത്, ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് എടുക്കുന്നത്. ആരുടെ? സ്ത്രീയുടെ, കേട്ടോ. അതായത് സ്ത്രീയുടെ കൂറിൽ നിന്ന്, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 1, 2, 3, 4, 5, 6 എന്നീ കൂറുകളിൽ ജനിച്ച പുരുഷൻ വർജ്യനാണ്. നമ്മൾ ചാർട്ട് വരച്ചെന്ന് കാണിച്ചു ഓർക്കുന്നുണ്ടല്ലോ. എങ്കിലും 1-ാം കൂറും 4-ാം കൂറും എടുക്കാവുന്നതാണ്. ഇതിൽ 1-ാം കൂറിന് എടുക്കണ്ടെന്നാണ് സാറ് പറയുന്നത്, അല്ലേ സാറേ? കാര്യം 1-ാം കൂറ് എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയല്ലേ, ഇവർക്ക് 7.5 ശനി ഒരുമിച്ച് വരും, ഇവർക്ക് അല്ലേ സാറേ കണ്ടകശനി ഒരുമിച്ച് വരും. ചന്ദ്രൻ നിൽക്കുന്ന അതേ രാശി ഏകരാശി അല്ലെങ്കിൽ ഏകരാശി ദ്വിനക്ഷത്രം, 2 നക്ഷത്രം ഇതിലെ. അപ്പം 7.5 ശനി, കണ്ടകശനി, ജന്മശനി, അഷ്ടമശനി, അഷ്ടമകാല, ഇതൊക്കെ ഒരേ സമയത്ത് 2 പേർക്കും വരും. പണ്ടത്തെ കാലത്ത് ഇതൊക്കെ എടുക്കാൻ വരും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളത് വർദ്ധിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഏകരാശി എടുക്കാമെന്നാണ് പണ്ട്. ഏകരാശി ദ്വിനക്ഷത്രം, 2 നക്ഷത്രം എടുക്കാമെന്നാണ് നിയമം പറയുന്നത്. പക്ഷെ ഇപ്പോൾ നിയമം നമ്മൾ മാറ്റാൻ പോവാം. പഴയ നിയമമൊക്കെ മാറ്റി കുറച്ച് പുതിയ നിയമം കൊണ്ടില്ല, അല്ലെങ്കിൽ ആൾക്കാർ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഏകരാശി എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി ഇതൊക്കെ ആണെങ്കിലും പെണ്ണും പുരുഷനും തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല. നമ്മൾ യാതൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. കല്യാണം കഴിഞ്ഞാൽ മനപ്പുറത്തൊന്നും പറയും. ഒരു പൊരുത്തം ഒന്നും അറിയാത്ത ഒരാൾക്ക് ഉള്ളൊരു ഗൈഡ് ലൈനാണ് നമ്മൾ പൊരുത്തപ്പെടുന്നത്. ഈ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് തമ്മിലൊരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി സ്ത്രീകൾക്ക് ടോളറൻസ് കൂടുതലാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഏകരാശി പണ്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. ടോളറൻസ് കുറഞ്ഞു എന്നല്ല ഞാൻ പറയണത്. ഇപ്പം സ്ത്രീകൾ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. കാര്യം എല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഓഫീസിലെ ടെൻഷൻ അവർക്കുണ്ട്. വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം ഈ പറഞ്ഞ പോലെ ഓഫീസിൽ പോയി ഓഫീസിലെ മുഴുവൻ സ്ട്രെസ് എടുക്കാൻ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പണിയാണ്, കുട്ടികളുടെ കാര്യം നോക്കണം. സാറിന് എത്ര വയസ്സായി? സാറിന് എത്ര വയസ്സായി? അല്ല സാറിന് എത്ര വയസ്സായി? അല്ല സാറിന് എത്ര വയസ്സായി എന്ന് പറ. എത്ര വയസ്സായി സാറിന്? 60 അല്ലേ? എനിക്ക് 40 ആയിട്ടുള്ളൂ. ഇപ്പൊ കൂടുതൽ നല്ല ദാമ്പത്യ ജീവിതം ജീവിക്കുന്നത് ഞാനായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് താഴെയുള്ളവരായിരിക്കുമല്ലോ. ഇപ്പോൾ ഉള്ള സ്ത്രീകളുടെ, ആ പ്രായത്തിലുള്ള സ്ത്രീകളുടെ വിഷമങ്ങൾ അറിയാവുന്ന ആർക്കായിരിക്കും? എനിക്കായിരിക്കുമല്ലോ. സാറ് പഴയ ആളാണ്, സാറിന് ഇത് ബാധിക്കും. ഏത് ഏകദോഷം എന്നാണ് അത്, ഏക നക്ഷത്രദോഷം സാറിന് പ്രശ്നമില്ല. കാരണം സാറ് പഴയ ജനറേഷനാണ്. ഇന്നത്തെ അവസ്ഥ അതല്ല, സാറ് വിചാരിക്കുന്ന പോലെ അല്ല. സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ട്രെസ് സാറിന് അറിയാത്തതുകൊണ്ടാണ്. സാറ് നമുക്ക് തർക്കിച്ച സമയം എത്ര വേണേലും കളയാം. റെലവൻസ് ഇല്ലാത്ത കാര്യങ്ങൾക്ക് തർക്കിച്ച് വെറുതെ ഇതൊരു തരം മെയിൽ ഷോവിനിസം ആണെന്നേ ഞാൻ പറയൂ. ഞാനങ്ങനെ പറയുള്ളൂ. ഞാനെങ്ങനെ പറയുള്ളൂ കേട്ടോ. കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു യോജിപ്പുമില്ല. സാർ അങ്ങനെയാണെന്ന് പറയണ്ട, അങ്ങനെ ആവൂലല്ലോ. എനിക്കങ്ങനെയല്ല, എൻ്റെ കാര്യം എനിക്ക് പറയാമല്ലോ, അല്ലേ? എത്ര പേര് നമുക്ക് വേണമെങ്കിൽ വോട്ടിലിടാം. കാര്യം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ഓഫീസിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ട്രെസ് നമ്മൾ കാണുന്നുണ്ട്. ഞാനിപ്പോൾ കറന്റ് വർക്കിംഗ് ആയ ഒരാളാണ്. നമ്മുടെ ഓഫീസിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഓഫീസിൽ ഈ കൂടുതൽ പേരും മേലധികാരികളെ കൂടുതൽ റഫായിട്ട് പെരുമാറുന്ന സ്ത്രീകളോടാ. കാര്യം ഇവർ തിരിച്ചൊന്നും പറയത്തില്ല. പലപ്പോഴും ഇവർ തിരിച്ചൊന്നും പറയില്ല. ഇവർ ഈ സ്ട്രെസ് മുഴുവൻ എടുക്കും. സ്ട്രെസ് മുഴുവൻ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. വീട്ടിൽ ചെന്നാൽ വല്ല സമാധാനം ഉണ്ടോ? വീട്ടിലാണ് ഡിസ്പോസ് ചെയ്യണം. കാര്യം അവർക്ക് വേറെ എവിടെയും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതിനോടൊന്നും യോജിക്കുന്നില്ല. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടേക്കുന്നതും എൻ്റെ ചുറ്റുപാടുള്ളവരെ ഞാൻ കണ്ടേക്കുന്നതും എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള, എൻ്റെ ഒരു പിയർ ഗ്രൂപ്പിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ ഞാൻ കണ്ടേക്കുന്ന സ്ത്രീകൾ നല്ല സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അതെ. അപ്പൊ എന്ത് പറ്റും? ഒരേ സമയം സ്ത്രീക്കും പുരുഷനും 7.5 ശനി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ കണ്ടകശനി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ശനി അറിയാലോ, ശനി ചന്ദ്രന്റെ മേളിൽ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ശനി വന്ന് ചന്ദ്രന്റെ മേളിൽ ട്രാൻസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിന്റെ സകല നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ആ ബലം മുഴുവൻ അങ്ങ് പോവും. നമുക്ക് താങ്ങാൻ പറ്റില്ല. നമുക്ക് ഇമോഷൻ ഇഷ്യൂസ് ഒരു പ്രത്യേക കാര്യമുണ്ട്. പണ്ടത്തെ കാലത്തെ സ്ത്രീകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെയും കുട്ടികളെയും വീട് നോക്കുകയാണ് അവരുടെ ജോലി. അവർക്ക് വേറെ ജോലികളൊന്നുമില്ല. ഭർത്താവ് വരുമ്പോൾ കാപ്പി കൊടുക്കുക, കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുക, അങ്ങനെ വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കി അവരുടെ കൺട്രോളിലാണ്. ഇന്ന് നേരെ തിരിച്ചാണ്. സ്ത്രീകൾ ഈ വീട്ടിലുള്ള എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ ബോസുമാരും മുഴുവൻ കൂടുതൽ ആത്മാർത്ഥമുള്ള സ്ത്രീകളാണെങ്കിൽ എല്ലാ വർക്കും ഇവർക്കായിരുന്നു കൊടുക്കും. അപ്പോൾ അവിടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത, തിരിച്ചു പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവർ വരുമാനമുണ്ട്, ഭർത്താവിൻ്റെ അതേമാതിരി അതിൽ കൂടുതൽ വരുമാനമുണ്ട്. ഈ ദേഷ്യങ്ങൾ മുഴുവൻ വന്നിട്ട് വീട്ടിൽ ഭർത്താവുള്ള കുട്ടികൾ നീ എന്താ പഠിക്കാത്തത്? ഞാൻ പഠിക്കുന്നുണ്ട്, അങ്ങനെ പഠിച്ചാൽ പോരാന്ന് പറഞ്ഞാൽ അവൻ്റെ പിടിച്ചടിക്കും. അതുകൊണ്ട് എന്താണ് അവിടെയുള്ള പ്രശ്നം ഇവിടെ നിർത്തുക. പക്ഷെ പണ്ട് ഇത് പ്രശ്നങ്ങളൊന്നുമില്ല. അവരൊരു വലിയ വീട്ടുകാരെ നോക്കുക. നമ്മൾ എങ്ങനെ പോയാലും ശരി ഭർത്താവ് കുട്ടികളെ തരും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവരെ കുളിപ്പിക്കും. ഇന്നത് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും ഞാനും ജോലി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വീട്ടിൽ രാത്രി 8 മണിക്കാകും. അപ്പോൾ ഭാര്യ പറയും നിങ്ങൾ കറി വെച്ചാൽ ചോറ് വെക്കാം. ഞാനെന്തിനാ ചെയ്യുന്നത്? ഞാനും ജോലി ചെയ്ത് വരുന്നല്ലേ, നിങ്ങളും ഞാനും ഒരുപോലെയല്ലേ. പിന്നെ രണ്ടുപേരും കൂടി ഇപ്പോൾ ബാംഗ്ലൂരൊക്കെയാണ് രണ്ടുപേരും ജോലി കഴിഞ്ഞ് വരുന്ന പറയുന്ന അവിടെ പോയിട്ട് 2 ബിയറും പഠിച്ചു വരാം. ഞാനും ജോലി ചെയ്യുന്നത് നിങ്ങളും ജോലി ചെയ്യുന്നു. പിന്നെ ബിയർ പിടിച്ചു കഴിഞ്ഞാൽ ചൂടാവും, പടി കൂടും. സാറ് പറയുന്ന കാലം പോയി, ആ കാലമൊക്കെ പോയി. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള ബാംഗ്ലൂരിൽ നിന്ന് എക്സാമ്പിൾ പറയണം, കേരളത്തിന് പുറത്ത് വിടണ്ടോന്ന് എനിക്കറിയില്ല. കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ ബിയറൊക്കെ കുടിച്ച് സുഖമായിട്ട് പാർലറിലൊക്കെ പോയി രാത്രിയാണ് അടികൂടും. പിന്നെ രാവിലെ ഒരേ വീട്ടിൽ ഭാര്യയും ഭർത്താവും 2 മുറി താമസിക്കുന്ന വിഷമമായ ആൾക്കാർ. കാരണം ഇതാണ് കാര്യം. കാരണം സീസാർക്ക് വർക്ക് അത്രയും പ്രഷറുണ്ട്, പുരുഷനും വർക്ക് ചെയ്ത്. അപ്പം നമ്മളൊരു വിട്ടുവീഴ്ച പരമാവധി വേണമെങ്കിൽ ഈ ഏകരാശി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏകരാശി എടുത്താൽ ഇതേമാതിരി ഇഷ്യൂകൾ വരും. അല്ലാതെ നമ്മൾ അതിനെപ്പറ്റി പേഴ്സണൽ ലൈഫിലേക്ക് പോകണ്ട. നമ്മൾ ഓരോരു കാലഘട്ടം. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വീട് നോക്കലാണ് ജോലി. അപ്പോൾ ജോലിയൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു ചർച്ചയില്ല. അത് ഇത്രയും കൊല്ലം കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കും. വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഭാര്യയുടെ ചിന്താഗതി വേറെ, എൻ്റെ ചിന്താഗതി വേറെ. നമ്മളൊരു പരിധി വരെ കുറേ കാലം അടിയൊക്കെ പോയി. ഞാൻ പഠിച്ച ശേഷം ഈ അടികളുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. നമ്മൾ അടിയെ പൊടിയൊന്നും വേണ്ട, സ്വഭാവം ജീവിക്കും. ഞാൻ പ്രാക്ടിക്കൽ ലൈഫ് പറയണം. നമ്മൾ അടിച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഭാര്യ പിന്നെ നമ്മളതിനെ നോക്കണം. നീ പൊയ്ക്കോന്ന് പറയുന്നത് നമ്മൾ നോക്കണം. അപ്പം മറ്റൊന്ന് നമ്മൾ കൂടെ നിൽക്കത്തില്ല, നമ്മൾ പറയാൻ വിട്ടുവീഴ്ച ചെയ്യും. നമ്മൾ ജ്യോതിഷമൊക്കെ പഠിച്ചില്ലേ, അപ്പോൾ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാകും. അതിനാണ് ജ്യോതിഷം പഠിക്കുന്നത്. അല്ലാതെ എല്ലാവരും ജ്യോതിഷന്മാരാണോന്നില്ല. നമ്മുടെ ലൈഫിലെങ്കിലും വീട്ടിലെങ്കിലും ഒരു സമാധാന സ്വസ്ഥത ഉണ്ടാകും. അതെ സാറേ, ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? കറക്റ്റ് സാറ്. സ്ത്രീ ജനിച്ച രാശിയിൽ നിന്നും 6-മത്തെയോ 8-മത്തെയോ രാശിയിൽ ജനിച്ച പുരുഷൻ വർജിനാണ്. ആ വരക്കൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ, വർജിനാണ്. ഈ ദോഷത്തിന് ഷഷ്ടാഷ്ടമം എന്ന് പറയുന്നു. രണ്ടും പരസ്പരം 6ഉം 8ഉം രാശി എന്ന അർത്ഥം. അപ്പോൾ ഷഷ്ടാഷ്ടമത്തിന് ഒരു എക്സെപ്ഷൻ സാറെന്ന് പറഞ്ഞു. അതായത് ഷഷ്ടാഷ്ടം എടുക്കാൻ പറ്റില്ല, പക്ഷേ രണ്ട് രാശിയുടെ അധിപൻ ഒരാളാണെങ്കിൽ, അതായത് ഇടവൻ രാശി, തുലാം രാശി, അധിപൻ ശുക്രനാണ്. അപ്പം അതേമാതിരി മേടവും വൃശ്ചികവും അങ്ങനെയാണെങ്കിലും എടുക്കാം. വൃശ്ചികം മേടം രണ്ടുപേരുടെ അധിപൻ ചൊവ്വയാണ്. ഷഷ്ടാഷ്ടമോ ആണെങ്കിലും ആ 2 രാശികളുടെ അധിപന്മാർ ഒരേ ഗ്രഹമായാൽ ഈ ദോഷം പരിഹരിക്കപ്പെടുന്നു. 2 ഇതിനും പ്ലാനറ്റിന് മാത്രമേ അത് വരുള്ളൂ. ഒന്ന് മാർസ്, അതായത് ചൊവ്വയും ശുക്രനും മാത്രമേ വരുള്ളൂ. കൂടാതെ സ്ത്രീയുടെ രാശി ഓജരാശി മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ആണെങ്കിൽ അതിൽ നിന്നും 6-മത്തെ രാശിയിലും 8-ാം രാശിയിലും ജനിച്ച പുരുഷൻ വർജ്യനല്ല. അതായത് സ്ത്രീയുടെ രാശി ഓജരാശി ആണെങ്കിൽ, ഓജരാശി എന്ന് പറഞ്ഞാൽ അറിയാലോ, പുരുഷരാശികൾ ആണെങ്കിൽ അതിൽ നിന്ന് 6-മത്തെയോ 8-മത്തെയോ രാശിയിൽ ജനിച്ച പുരുഷൻ വർജ്യനല്ല. എന്നാൽ സ്ത്രീയുടെ രാശി യുഗ്മരാശി ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ആണെങ്കിൽ അതിൽ നിന്നും 6-ാം കൂറിൽ ജനിച്ച പുരുഷനെ വർജിക്കണം. 8-ാം രാശിയിൽ ജനിച്ച പുരുഷൻ സ്വീകാര്യനുമാണ്. 6-ന് മാത്രമേ ആ കണ്ടീഷൻ പറയുന്നുള്ളൂ, വർജിക്കേണ്ടതുള്ളൂ എന്ന് പറയും. ഒരേ കൂറിൽ തന്നെ 2 നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ ആ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹം ആകാം. ആ സ്ത്രീ ജനിച്ച നക്ഷത്രത്തിന്റെ പുറകിലായിരിക്കണം പുരുഷ നക്ഷത്രം
ഇത് ഏക രാശി ദ്വിനക്ഷത്രം എന്ന് പറയുന്നു. ഇതാണ് ഇപ്പൊ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞത് അല്ലേ സാർ? വേണ്ട എന്ന് പറഞ്ഞു. സ്ത്രീദീർഘത്തിനാണ് സ്ത്രീയുടെ പുറകിലായിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീയുടെ നക്ഷത്രമായിട്ടാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയുടെ പുറകിലായിരിക്കണം പുരുഷ നക്ഷത്രം പറയുന്നത്. ഇപ്പൊ ഭരണി അശ്വതി, സ്ത്രീ ഭരണിയാണ്, അശ്വതി ഏകരാശിയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ പിന്നെ വേറെ കാര്യമാണ് പാദദോഷം പറയും. ഭരണി 1-ാം പാദം, മറ്റേത് അശ്വതി 4-ാം പാദം, 108-ാം കാലം എന്ന് പറയും. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ഏകരാശിയാണെന്ന് വിചാരിക്കാം. സ്ത്രീ ഭരണി 1-ാം പാദമാണ്, പുരുഷൻ അശ്വതി 4-ാം പാദമാണ്. അപ്പോൾ 108-ാം കാലം വരും. ഒരു നക്ഷത്രത്തിൽ 4 കാലില്ലേ, ഏകരാശി വരുമ്പോൾ 108-ാം കാലം വരും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. ഏറ്റവും നല്ലത് വേണ്ടാൻ നോക്കുന്നതാണ്. അത് ഭരണിയുടെ 1-ൽ അശ്വതിയുടെ 4-ലേക്ക് എണ്ണു. ഭരണി 4 രാശി. നമസ്കാരം. അതെ അതെ. എന്താണ് ജാതകം? 1 മണി കഴിഞ്ഞാൽ ഇന്ന് നോക്കാം, അല്ലെങ്കിൽ നാളെ 11 മണിക്ക് വരാം. ഒന്ന് വിളിച്ചു വന്നു. നമ്പറില്ലേ കയ്യിൽ? നമ്പറിൻ്റെ അവർക്കുണ്ട്, ഒന്ന് നോട്ട് ചെയ്തു. ആ മൊബൈൽ നമ്പർ നാളെ 11 മണിവർക്ക് ഉണ്ടാവും. ഇന്നിപ്പോൾ ക്ലാസ് ഉള്ളതുകൊണ്ട് പറ്റില്ല. ശരി, എവിടുന്നാ വരുന്നത്? വെല്ലൂർ. അപ്പോൾ നാളെ വന്നോളൂ 11 മണിയാകുമ്പോൾ. ശരി. ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, അത്തം, തൃക്കേട്ട, മൂലം, പൂരാടം, അവിട്ടം, ചതയം എന്നീ 12 നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം വർജ്യമാണ്. ഇതിനെ ഏക നക്ഷത്ര ദോഷം എന്ന് പറയുന്നു. ശേഷമുള്ള 15 നക്ഷത്രക്കാർക്ക് ഒരേ നക്ഷത്രമാണെങ്കിലും വിവാഹമാകാം. അന്യോന്യം 7-ാം രാശി ആയാൽ സമസപ്തമം എന്ന പൊരുത്തമുണ്ട്. ഇത് ഏറ്റവും നല്ലതാണ്. ഈ 12 രാശി മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കട്ടെ. ഏക നക്ഷത്ര ദോഷം എടുക്കാൻ പറ്റില്ല ഒരിക്കലും. അത് പറഞ്ഞു കൊടുക്കണം, വരയ്ക്കണം. ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം. നമ്മൾ മനസ്സിലാക്കിയ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ വേണമെന്നില്ല. ഏക നക്ഷത്രം അങ്ങനെ മതിയോ? അങ്ങനെ മതി. അത് ഏക നക്ഷത്രം ഏക മതി. ഭരണി, രോഹിണി അല്ലേ? ഏകനക്ഷത്ര ദോഷം എന്ന് പറഞ്ഞാൽ ഭരണിയും തമ്മിൽ, പിന്നെ രോഹിണിയും തമ്മിൽ, തിരുവാതിര. അതാണ് ഏക നക്ഷത്രം. രണ്ടുപേരുടെ ഒരേ നക്ഷത്രമായി വരുന്ന 12 നാളുകൾ. ഭരണിയും തമ്മിൽ അല്ലേ? അതാണ് ഏക നക്ഷത്ര ദോഷം. ഭരണിയും തമ്മിൽ എടുക്കാൻ പാടില്ല. പിന്നെ ഇത് സംശയം വരുന്നതുകൊണ്ടാണ് രോഹിണി എടുക്കരുത്. തിരുവാതിര പൂയം ആയില്യം മകം അത്തം തൃക്കേട്ട മൂലം എന്താ? അല്ല, അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പഴയ കാലമായിരിക്കും. പണ്ട് കാണിച്ചു പോകുന്നത്. ഇന്നത്തെ കാലത്താണ് അറിയില്ല. പൂരാടം ഇല്ല. 8, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈ 12 നക്ഷത്രങ്ങൾ തമ്മിൽ വർഗീയാണ്. ഒരിക്കലും എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ സന്താനം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളായി മിക്കവാറും പിരിഞ്ഞു പോകേണ്ട അവസ്ഥ വരും. പിരിഞ്ഞു പോകാത്ത ചില കേസുകൾ ഉണ്ടാവും.
ആ രണ്ടുപേരും മകമാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഒരു കുട്ടിയുണ്ട്, നല്ല സുഖമായി ജീവിക്കുന്നു. അതാ പറഞ്ഞ ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ജോത്സ്യനാണ് നമ്മൾ ജാതകം നോക്കുന്ന സമയത്ത് ഈ ഏകനക്ഷത്ര ദോഷം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയാൻ ഞാനിങ്ങനെ ഒരു എടുത്തായിരുന്നു. അതിൻ്റെ ആ ദുരിതം തന്നെ ഞാൻ തന്നെ കാണേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് 15 വർഷം മുന്നേ. ഞാൻ കുട്ടികളില്ല, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് അത്രയും നോളജ് ഇല്ലാത്ത കാലത്ത്. അപ്പോൾ നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ ഒരു അബദ്ധത്തിലേക്ക് കിടക്കണ്ടല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. കുട്ടികളുടെ പ്രശ്നം സന്താനം ഉണ്ടാകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഉണ്ടായാൽ തന്നെ സന്താനം മുഖേന ദുരിതങ്ങൾ ഉണ്ടാകാൻ പ്രധാന പല കാര്യങ്ങളും. പിന്നെ ഇവർ തമ്മിൽ പേഴ്സണൽ സന്താനം വേണേൽ പേഴ്സണൽ റിലേഷൻ വേണമല്ലോ. ആ റിലേഷൻ മോശമായ തന്നെ ജീവിതം പ്രശ്നമായിരിക്കും. എടുക്കട്ട. ഈ 12 നക്ഷത്രങ്ങൾ നമ്മൾ ഒരിക്കലും എടുക്കാതിരിക്കുകയാണ് നല്ലത്. എടുത്ത എന്താന്ന് ചോദ്യം വന്നാൽ എടുത്താൽ നമുക്ക് എടുത്തോ എന്താ ചോദിക്കുക, ചത്തുപോകുന്നൊക്കെ ചോദിക്കുന്നു. എടുത്ത എന്താ ചത്തുപോകും, ചത്തുപോകുന്ന പറയാനുള്ള യോഗ്യത നമുക്കില്ല. എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇതിനെ അഡ്വൈസ് ഞങ്ങളങ്ങനെ എടുക്കുകയാണെന്ന് കേട്ടുന്നു. നമുക്ക് ഇതൊക്കെ സ്പ്രെഡ് ആവുന്ന 2 രാശിയിലേക്ക് സ്പ്രെഡ് ആവുന്ന നക്ഷത്രമൊന്നുമില്ല. എന്താ 2 രാശിയിലേക്ക് പോകുന്ന നക്ഷത്രമൊന്നുമില്ല. എല്ലാം ഒരു ഉറത്തിൽ തന്നെയാണ് മൊത്തം വരുന്നത്. അതെ അതെ, അപ്പോഴും അങ്ങനെ വരുള്ളൂ. അതല്ല, ഒരു പാദം ഒരു രാശിയിലും 3 പാദം വേറെ രാശിയിലും നക്ഷത്രമൊന്നും ഇതിനകത്തില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഇതാണ് ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, മക്കം, തൃക്കേട്ട, മൂലം, പൂരാടം, അവിട്ടം, ചതയം എന്നീ 12 നക്ഷത്രക്കാർ തമ്മിൽ വിവാഹം ഭാഗ്യമാണ്. ഇതിന് ഏകനക്ഷത്ര ദോഷം എന്ന് പറയും. ഇതിന് ചെറിയ വ്യത്യാസമില്ല. ചെറിയ വ്യത്യാസമില്ല. ഈ വായിച്ചതിൽ പറഞ്ഞതിൽ ചില ഭരണിയും ഭരണി, രോഹിണി, തിരുവാതിര, പൂയം, ആയില്യം, മകം, അത്തം, തൃക്കേട്ട, മൂലം, പൂരാടം, അവിട്ടം, ചതയം. ഇതല്ലെങ്കിൽ പ്രശ്നമില്ല. ചോദ്യം കുഴപ്പമില്ല. അത് പാദദോഷം നോക്കണം. അങ്ങനെ റിസ്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത്. 108 വരരുത്. ഒരെണ്ണം കൂടിയില്ല, 88 കൂടിയില്ലേ? 88 കൂടി ഉണ്ട്. 88, 108. 88, 108 ഉണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനെ വരുന്നത് എടുക്കരുത്, പരസ്പരം വരുന്നതാണെങ്കിൽ. ഞാൻ ആദ്യം വായിച്ചപ്പം ഇത് തമ്മിലാന്ന് വിചാരിച്ചു പോയി. അല്ല, തെറ്റിപ്പോയി. ഞാൻ പെട്ടെന്ന്. അപ്പം ഇതെടുക്കരുതല്ല. ശ്രേക നക്ഷത്ര ദോഷം ഒരേ നക്ഷത്രങ്ങൾ വാരിക്കും ഭർത്താനും വരുവാണ്, എടുക്കരുത്. ശരി. ഇനി രണ്ടാമത്തത് രാശാധിപപ്പൊരുത്തം. സ്ത്രീയുടെയും പുരുഷന്റെയും കൂറുകളുടെ അധിപന്മാർ തമ്മിൽ ബന്ധുക്കളായിരുന്നാലും ഒരേ ഗ്രഹമായിരുന്നാലും രാശാധിപ പൊരുത്തമുണ്ട്. ഈ പൊരുത്തം ദമ്പതികൾക്ക് പിറക്കുന്ന കുട്ടികളുടെ സാമർഥ്യം, ആയുസ്, ഭാഗ്യം തുടങ്ങിയവയെ സ്വാധീനിക്കുന്നു. അത് മനസ്സിലായില്ലേ? അതായത് ചന്ദ്രൻ നിൽക്കുന്ന ആ രാശിയുടെ അധിപൻ ആരാണോ ആ അധിപന്റെ സുഹൃത്തോ പിന്നെ ആരൊക്കെയാണ്? സമനോ സുഹൃത്തോ ആയിരിക്കണം പുരുഷന്റെ ചന്ദ്രൻ നിൽക്കുന്ന രാശി. തമ്മിൽ സമനായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുവായിരിക്കും. ശത്രു ആവാൻ പാടില്ല. അത് മനസ്സിലായോ? അത് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു പൊരുത്തം മിസ്സായി. നമുക്ക് ദമ്പതികൾക്ക് പിറക്കുന്ന കുട്ടികളുടെ സാമർഥ്യം, ആയുസ്, ഭാഗ്യം, ഇതാണ് അതിന്റെ പോസിറ്റീവ് സൈഡ്. അങ്ങനെ അല്ലെങ്കിൽ ഇത് നേരെ നെഗറ്റീവ് ആക്കിയാൽ മതി. അത് എന്താണോ ഗുണം രാശാധിപ പൊരുത്തം കൊണ്ട് കിട്ടുന്നത് അതില്ലാണ്ടാകും എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ ഇതെല്ലാം നോക്കണ്ട. ഇതിലിപ്പോ നമ്മൾ പറയുന്ന പൊരുത്തം ഒരു 5 പൊരുത്തം മതി എന്നാണല്ലോ പറയണേ. ഇതെല്ലാം കൂടി ആയിട്ട് കിട്ടത്തില്ലല്ലോ. ഇതെല്ലാം കൂടി ഒത്തിട്ട് 10 പൊരുത്തം കിട്ടിയ കല്യാണം നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 5 പൊരുത്തം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഈ ദോഷം ഉണ്ടെങ്കിൽ ഇതേമാതിരി ചില പ്രശ്നങ്ങൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എങ്കിലും ഈ 5 പൊരുത്തങ്ങൾ മിനിമം ഉണ്ടെങ്കിൽ ഈ പൊരുത്തത്തിന് ഓവർകം ചെയ്യാം, ഈ ദോഷത്തിന് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ എന്തിനൊരു പരിഹാരം വേണമല്ലോ. ഇവിടെ 10-ൽ 10 തന്നെയാണെന്ന് പറഞ്ഞാൽ കല്യാണവും നടക്കൂല. അപ്പം അതിന് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയാണ് ഒരു 5 പൊരുത്തം അത്യാവശ്യമുള്ള പൊരുത്തം കിട്ടുന്നത്. വശ്യപ്പൊരുത്തം.
സ്ത്രീ ജനിച്ച രാശിയുടെ വശ്യരാശിയിൽ പുരുഷനോ പുരുഷൻ ജനിച്ച രാശിയുടെ വശ്യരാശിയിൽ സ്ത്രീയോ ജനിച്ചാൽ വശ്യപ്പൊരുത്തമുണ്ട്. ഇരുവരും തമ്മിലുള്ള ദൃഢാനുരാഗത്തെ വശ്യപ്പൊരുത്തം സ്വാധീനിക്കുന്നു. എഴുതണോ സാർ അത്? അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഗണപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം, ഇതിലേതെങ്കിലും ഒന്ന് മതി എന്ന് പറഞ്ഞു. അപ്പം ഗണപ്പൊരുത്തമില്ല, പക്ഷെ ഇവർ തമ്മിൽ വശ്യപ്പൊരുത്തമുണ്ട്. വശ്യപ്പൊരുത്തം എന്ന് പറയുന്നത് എന്താ? ഞാനൊരു സ്ത്രീനെ കണ്ടാൽ എനിക്ക് ആ സ്ത്രീയോട് സ്നേഹം, ആ സ്ത്രീക്ക് തിരിച്ചൊരു സ്നേഹം. നമ്മൾ കല്യാണം കഴിക്കാൻ പോലെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ തമ്മിലൊരു ഇഷ്ടം, ആ കുട്ടി താല്പര്യമില്ല, ആ കുട്ടിക്ക് ഭയങ്കര താല്പര്യമില്ല, വശ്യം. അതുണ്ടെങ്കിൽ ഗണം വേണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല വശ്യം, ഗണം, മഹേന്ദ്രം, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതാണ്, വശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഗണപ്പെടുത്ത ഒരു ഇഷ്യൂ അല്ല, ഗണപ്പെടുത്തുന്ന വശ്യപ്പെടുത്ത ഒരു ഇഷ്യൂ അല്ല. മഹേന്ദ്രപ്പെടുത്തുന്ന വശ്യം ഗണമില്ലെങ്കിൽ എടുക്കാം. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഒരെണ്ണം മതിയിലാണ്. ഏതൊക്കെയാണ് വശ്യം? വശ്യം, മഹേന്ദ്രം, ഗണം. ഈ ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. വശ്യം, മഹേന്ദ്രം, ഗണം. പേജ് നമ്പർ 74, 75. വശ്യം, മഹേന്ദ്രം, 75, ഗണം, മഹേന്ദ്രം. വശ്യ രാശി എഴുതിയിട്ടില്ല, വായിക്കണോ? വായിക്കണോ? എഴുതണോ? എഴുതണ്ട, വായിച്ചതല്ലേ. രാശിയും അതിന്റെ വശ്യരാശികളും. രാശി എന്ന് പറയുന്നത് സ്ത്രീയുടെ രാശിയാട്ടോ. മേടത്തിന്റെ വശ്യരാശികളാണ് ചിങ്ങം, വൃശ്ചികം. ഇടവത്തിന്റെ വശ്യരാശികളാണ് കർക്കിടകം, തുലാം. മിഥുനത്തിന്റെ വശ്യരാശിയാണ് കന്നി. കർക്കിടകത്തിന്റെ വശ്യരാശിയാണ് ധനുവും വൃശ്ചികവും. ചിങ്ങത്തിന്റെ വശ്യരാശിയാണ് തുലാം. കന്നിയുടെ വശ്യരാശിയാണ് മിഥുനവും മീനവും. തുലാത്തിന്റെ വശ്യരാശി കന്നി, മകരം. വൃശ്ചികത്തിന്റെ കർക്കിടകം. ധനുയുടെ മീനം. മകരത്തിന്റെ കുംഭവും മേടവും. കുംഭത്തിന്റെ വശ്യരാശി മേടം. മീനത്തിന്റെ വശ്യരാശി മകരം. ഇത് നമുക്ക് പഞ്ചാംഗം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീയുടെ നക്ഷത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ വശ്യപ്പൊരുത്തം ഉണ്ടോയെന്ന് അല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റും. പൊരുത്തം നോക്കാൻ നേരത്തെ അല്ല സാറേ, ഇത് നമ്മൾ കാണാതെ. മാതൃ പഞ്ചാംഗം ഉണ്ടെങ്കിൽ ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അശ്വതി, അതിന് പറ്റുന്ന അശ്വതി നക്ഷത്രമുള്ള സ്ത്രീക്ക് പറ്റുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, എത്ര പൊരുത്തമുണ്ട്. മാതൃ പഞ്ചാംഗം പഴയ ഇപ്പോഴത്തെ പുതിയ വേണമെങ്കിൽ പഴയ ഏതെങ്കിലും പഞ്ചാംഗങ്ങൾ എല്ലാ പഞ്ചാംഗത്തിലും ഇതുണ്ട്. എല്ലാ പഞ്ചാംഗത്തിലും അത് മാറ്റമില്ല. കൂടുതലാണ് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നത്. എല്ലാ പഞ്ചാംഗത്തിലും. അതായത് നമ്മൾക്കൊരു സ്ത്രീ ജാതകവും ഒരു പുരുഷ ജാതകവും കിട്ടിയെന്ന് വിചാരിക്കുക. സ്ത്രീയുടെ നക്ഷത്രം നോക്കുക, സ്ത്രീയുടെ നക്ഷത്രമാണ് ബേസ്, അത് വെച്ചിട്ടാണ് പുരുഷന്റെ നക്ഷത്രം നോക്കുക. അത് വെച്ച് കണക്ട് ചെയ്ത് നോക്കാൻ നേരത്തെ ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും ഓരോ പൊരുത്തം ഉണ്ടാകുന്നത്. രാശിപ്പൊരുത്തം ഉണ്ടോ, രാശാധിപത്യ പൊരുത്തം ഉണ്ടോ, ഈ വശ്യപ്പൊരുത്തം ഉണ്ടോ, ഗണപ്പൊരുത്തം ഉണ്ടോ, മഹേന്ദ്രപ്പൊരുത്തം ഉണ്ടോ എന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആകെ പൊരുത്തവും കൊടുത്തിട്ടുണ്ടാവും എത്രയാണെന്ന്. അപ്പൊ നമ്മള് ഓരോ ജാതകം എടുത്തിട്ട് ഇങ്ങനെ വശ്യരാശി നോക്കി നക്ഷത്രം സ്ത്രീ നക്ഷത്രം കൊടുത്തിട്ടുണ്ട്, അതിന്റെ തൊട്ട് താഴെ പുരുഷ നക്ഷത്രം, ഏത് നക്ഷത്രം തമ്മിൽ എത്ര പൊരുത്തം ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അശ്വതി, ഭരണി, പഞ്ചായത്തിൽ പഴയ നക്ഷത്രം അതിന് പറ്റുന്ന പുരുഷ നക്ഷത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് നക്ഷത്രം നമുക്ക് ചേർക്കാൻ പറ്റുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രഞ്ജുവും വേദവും നോക്കണം. മധ്യപരജും വേദം പ്രത്യേകം നമ്മൾ നോക്കണം. കാര്യം ചിലപ്പോൾ 7 പൊരുത്തം എന്നൊക്കെ കാണിക്കും. 7 പൊരുത്തം ടോട്ടൽ നമ്പർ ഉണ്ടാവും 7. അപ്പോൾ നമ്മളൊന്ന് എടുത്ത് നോക്കണം വേദവും രഞ്ജുവും എന്താ കാണിച്ചേക്കണേന്ന്. വേദവും രഞ്ജുവും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ദോഷം ഇല്ലാതെ 2 ജാതിയുണ്ട്, പാർശ്വരജുണ്ട്, മധ്യപരജുണ്ട്. മധ്യപരജുവാണ് പറ്റാത്തത്. അത് പറയാൻ പോണേ. വശ്യപ്പൊരുത്ത രാശികൾ അതൊക്കെയാണ്. ഇനി മാഹേന്ദ്രപുരത്തം. സ്ത്രീ ജനിച്ച നക്ഷത്രത്തിൽ നിന്നും അനുജന്മ നക്ഷത്രത്തിൽ നിന്നും 4, 7, 10 ഈ നക്ഷത്രങ്ങളിൽ പുരുഷൻ ജനിച്ചാൽ മാഹേന്ദ്രപുരത്തമുണ്ട്. ഭാര്യയെയും സന്താനങ്ങളെയും പരിരക്ഷിക്കുന്നതിനുള്ള മാനുഷികവും കായികവും സാമ്പത്തികവുമായ കഴിവ് പുരുഷന് പ്രദാനം ചെയ്യാൻ ഈ പൊരുത്തത്തിന് സാധിക്കുന്നു. ഒരു കാര്യം മനസ്സിലായി. ഇപ്പം വശ്യവും പിന്നെ മഹേന്ദ്രവും ഇല്ലെങ്കിലും വശ്യവും പിന്നെ ഗണവും ഇല്ലെങ്കിലും മഹേന്ദ്രപുരത്തം ഉണ്ടെങ്കിൽ ഉത്തമമാണ്. കാരണം ഈ പുരുഷന് ഈ സ്ത്രീനെ സംരക്ഷിക്കാനുള്ള എല്ലാ കഴിവുമുണ്ട്. പിന്നെ എന്തിനാ പഠിക്കുന്നത്? ഇത് 3 എണ്ണത്തിൽ ഏതെങ്കിലും ഏതൊക്കെ ഒരെണ്ണമുണ്ടായാൽ പറ്റും. എന്താ സാറേ? അനുജന്മ അശ്വതി ഭഗം മൂലം, ഭരണി പൂരം പൂരാടം, കാർത്തിക ഉത്രം ഉത്രാടം, ജന്മ അനുജന്മ അശ്വതി ഭഗം മൂലം കേതു ദശ 7 വർഷം, ഭരണി പൂരം പൂരാടം ശുക്രദശ 20 വർഷം. അതെ, 3 ആഴ്ച. അതാണ് ജന്മ അനുജന്മ. ഇപ്പം ജന്മ നക്ഷത്രത്തിന്റെ 1, 4, 7, 10
അനുജന്മ നക്ഷത്രത്തിൻ്റെ അശ്വതിയുടെ ആണെങ്കിൽ അശ്വതി മഴത്തിൻ്റെ 1, 4, 7, 10 പിന്നെ മൂലത്തിൻ്റെ 1, 4, 7. അത് നക്ഷത്രത്തിൻ്റെയും ജന്മനക്ഷത്രത്തിൻ്റെയും അനുജന്മ നക്ഷത്രത്തിൻ്റെയും 1, 4, 7, 10 പുരുഷൻ വന്നു കഴിഞ്ഞാൽ മാഹേന്ദ്ര പുരുഷൻ ഉണ്ടെന്ന് പറയുന്നു. ഇല്ലേ? അങ്ങനെയല്ലേ? അതെ. എഴുതണോ? അനുജന്മ നക്ഷത്രം എഴുതണോ? അറിയാമല്ലോ. അറിയാം, എല്ലാവർക്കും അറിയാം. അതെ, 9, 9. അതാണ് ദശാ ഓർഡർ. അശ്വതി, മകം, മൂലം. ഇങ്ങനെ ഭരണി, പൂരം, പൂരാടം. അറിയാമല്ലോ. കാർത്തിക, ഉത്തരാടം. അങ്ങനെ. അപ്പൊ ഇത് ശരിയാണ്. 7 വർഷം മറ്റേ 20 വർഷം കേതുവിന്റെ. ഇത് അറിയാലോ, കേതു 7 വർഷം, ശുക്രനാണെങ്കിൽ 20 വർഷം. ദശാകാലമാണ്. ഇത് 1ാമത്തെ നക്ഷത്രമാണെങ്കിൽ ഇത് എത്രാമത്തെ നക്ഷത്രമായിരിക്കും? ഇതാ സോറി, 19. ഈ രോഹിണി 19 ശരിയാ. 19 ആ ശരിയാ. 1 + 9. ശരിയാ. ഇവിടെ 9 വരില്ലേ? ഇവിടെ 9 വരും. ഇവിടെ 9 വരും. 9 വരും. 18 വരും. 27 വരും. അത് 10 വരില്ലേ? മകം 10 വരില്ലേ? 9, 18, 27. ശരി. അതൊക്കെ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല പറഞ്ഞത് സാറ് പറഞ്ഞത്. അതായത് സ്ത്രീ ജനിച്ച നക്ഷത്രത്തിൽ നിന്നും അനുജന്മ നക്ഷത്രത്തിൽ നിന്നും 4, 7, 10 നക്ഷത്രങ്ങളിൽ പുരുഷൻ ജനിച്ചാൽ മാഹേന്ദ്ര പൊരുത്തം ഉണ്ട്. അതായത് അശ്വതിയുടെ ഇപ്പൊ അശ്വതിയാണ് ഒരു ലേഡി ജനിച്ചതെന്ന് വിചാരിക്കുക. 4ാമത്തെ നക്ഷത്രം ഏതാ? രോഹിണി അല്ലേ? അപ്പൊ ഇത് എടുക്കാന്നല്ലേ എന്റെ അർത്ഥം? ഇനി അശ്വതി തന്നെയാണെന്ന് വിചാരിച്ചോ. അശ്വതി തന്നെയാണെങ്കിൽ അശ്വതിയുടെ അനുജന്മ നക്ഷത്രം അല്ലേ മകം? മകത്തിന്റെ 4 എടുക്കാൻ പറ്റില്ലേ? ആ, എടുക്കാം. അതാണ്. അതേപോലെ അശ്വതിയുടെ അനുജന്മ നക്ഷത്രമാണ് മൂലം എന്ന് പറയുന്നത്. മൂലത്തിന്റെ 4ാമത്തെ നക്ഷത്രം എടുക്കാൻ പാടില്ലേ? എടുക്കാം. 7ാമത്തെ എടുക്കാം. 10 എടുക്കാം. ജന്മനക്ഷത്രത്തിന്റെയോ അനുജന്മ നക്ഷത്രത്തിന്റെയോ 4, 7, 10 എടുക്കും. അതാണ് മാഹേന്ദ്ര പൊരുത്തം. ഇതും അതിലെടുത്ത് കിട്ടും. പഞ്ചാംഗത്തിൽ വളരെ കൃത്യമായിട്ട് അതും കിട്ടും. ഇനി ഗണപ്പൊരുത്തം. 27 നക്ഷത്രങ്ങളെ ദേവഗണം, അസുരഗണം, മനുഷ്യഗണം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. സ്ത്രീ പുരുഷന്മാർ ഒരേ ഗണത്തിൽപ്പെട്ടവരാണെങ്കിൽ ഉത്തമം. ദേവഗണവും അസുരഗണവും ചേർന്നാൽ അധമം. ദേവഗണത്തിൽ ജനിച്ച പുരുഷൻ മനുഷ്യഗണത്തിൽ ജനിച്ച സ്ത്രീ ശുഭയാണ്. അസുരഗണത്തിൽ ജനിച്ച പുരുഷന് മനുഷ്യഗണ സ്ത്രീ മധ്യമയാണ്. ദേവഗണത്തിൽ ജനിച്ച സ്ത്രീക്ക് മനുഷ്യഗണത്തിൽ ജനിച്ചവൻ നിന്ദ്യനാകുന്നു. ഐശ്വര്യപൂർണവും സംതൃപ്തവുമായ കുടുംബജീവിതം ഉത്തമമായ ഗണപ്പൊരുത്തം സഹായകമാണ്. സിമ്പിളായിട്ടൊരു കാര്യത്തിലേ ഉള്ളൂ. 2 പേരും ഒരേ ഗണമാണെങ്കിൽ ഉത്തമം. സ്ത്രീയും പുരുഷനും അസുരഗണമായിക്കോട്ടെ കുഴപ്പമില്ല. സ്ത്രീയും പുരുഷനും ദേവഗണമായിക്കോട്ടെ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ദേവഗണം അല്ലെങ്കിൽ അസുരഗണം ഏത് ഗണമായാലും സ്ത്രീയുടെ ഇതിലും അല്ല സ്ത്രീ അസുരഗണവും പുരുഷൻ ദേവഗണമാണെങ്കിൽ തീരെ പറ്റില്ല. ദേവാസുര എന്ന് പറയും. പുരുഷൻ എന്ന് പറഞ്ഞാൽ 2 പേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മനസ്സിലായോ? അസുരഗണവും അസുരഗണവുമാണെങ്കിൽ കുഴപ്പമില്ല. അസുരഗണവും ദേവഗണമാണെങ്കിൽ കുഴപ്പമില്ല. അസുരഗണവും മനുഷ്യഗണവുമാണെങ്കിൽ കുഴപ്പമില്ല. അസുരഗണമാണ് പിന്നെ അല്ല ദേവഗണവും മനുഷ്യഗണമാണെങ്കിൽ മനുഷ്യൻ എല്ലായിടത്തും ചേരും. ദേവനും അസുരനാണെങ്കിൽ യുദ്ധം. ദേവഗണങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, മകയിരം, പുണർദം, പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, രേവതി. ഇതാണ് ദേവഗണം. അസുരഗണങ്ങൾ കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം. മനുഷ്യഗണം ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി. ഇത്രയാണ് ദേവ, അസുര, മനുഷ്യ.
ഇത് വ്യത്യസ്തമാണെങ്കിൽ ദേവനും അസുരനും എടുക്കാതിരിക്കുക. പിന്നെ ദേവനും മനുഷ്യരെടുക്കാം, അസുരനും മനുഷ്യരെടുക്കാം. ദേവനും മനുഷ്യനെ ചെയ്യുന്നതാണ്. ദേവനും മനുഷ്യരെന്താ കുഴപ്പമില്ല? മനുഷ്യൻ ദേവനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്ലേ. ഇപ്പം എൻ്റെ ഭാര്യ ദേവതനാണെങ്കിലും ഞാൻ മനുഷ്യരാണെങ്കിലും ഒരു കുഴപ്പമില്ല, വെറുതെ നിന്നാൽ മതി. ഇന്നത്തെ കാലത്ത് ജീവിക്കണം, അതാണ് ജീവിക്കാൻ പറ്റുന്നത്. അതങ്ങനല്ലേ? അത് ഇറച്ചിയാന്ന് പറഞ്ഞാൽ മതി. അങ്ങനല്ലേ? അല്ല അവിടെ ചോദിച്ചത്. അപ്പം വീട്ടിൽ വഴക്കൊന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ ആൾക്കാർ കൂട്ടുകാരൊക്കെ പറയാം അങ്ങനെ ഭാര്യ പറയുന്നത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പറയും, വലിയ വലിയ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ വഴക്കില്ലെങ്കിൽ സമാധാനം കിടക്കാറുകൂടെ. എന്താ എന്താ ആ അസുരന്റെ ഭാര്യ ഇത് വേറെ അസുരണ്ട്. അത്ര വലിയ യോജിപ്പുണ്ടാവില്ല, അത്ര വലിയ യോജിപ്പുണ്ട്. ഭയങ്കര നല്ല യോജിപ്പാണ്. യോജിപ്പില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അതാണ് നല്ലത്, അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷെ അതിൽ കാര്യമില്ല സാറേ, ഈ അമൃത് ഉണ്ടാവുന്നത് ഇവര് രണ്ടുപേരും കൂടി കടഞ്ഞിട്ടാണല്ലോ. അറിയാതെ അത് തന്നെ പറഞ്ഞു. ഇയാൾക്ക് വലിയ അല്ല, അത് അറിയുന്നതാണെങ്കിൽ നീക്കാൻ മാനായി. അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ജ്യോതിഷം പഠിക്കുന്നതിനുള്ള ഗുണവും അതാണ്. നമ്മൾ അറിയുന്ന സ്ഥിതിക്കാണെങ്കിൽ 15 വർഷമൊന്നും പഠിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ മാനേജ് ചെയ്തൊക്കെ പോകാം. എന്തായാലും ഇത്ര വലിയ ജീവിതമുള്ളൂ, ഉള്ളതെന്താ ജീവിച്ച് പോകാം. വലിയ അടിച്ചു വീട്ടിലെല്ലാവർക്കും ശരിയാണ്. എന്റെ 5 പേർക്കും എന്റെ വീട്ടില് 2 മക്കൾക്കും അമ്മയ്ക്കും എനിക്കും എന്താ ശരിയാ? 3 പേർക്ക് 7 ശനി, 3 പേർക്ക് 7 ശനി, 2 പേർക്ക് 2 ശനി. ഭംഗിയായി. ഇതൊന്ന് ചോദിക്കുന്നത് വീട്ടുപേര് ശനി ഭവനം. എനിക്ക് ശനി മഹാദശയാണ്, എൻ്റെ മോൾക്ക് ശനി മഹാദശയാണ്, വൈഫിന് ശനി പര്യന്തരദശയാണ്, അന്തർദശയാണ്. എനിക്ക് ശനി ദശയില് കണ്ടകശനി വന്നിരിക്കുന്നത്. അപ്പോ വേറൊരു കാര്യമുണ്ട്, ജാതകത്തിൽ ശനി എവിടെ വെക്കുന്നു നോക്കിയിട്ട് വേണം ഈ ദോഷത്തിന്റെ കാഠിന്യം തീരുമാനിക്കും. മേടലഗ്നം 3-ൽ ഇരുന്നു, മേടലഗ്നം 3-ൽ ശനി, കേതു 3-ൽ കേതു, പിന്നെ ശനി കൂടെ കേതു ശനി 3-ൽ. ഇപ്പോഴത്തെ ശനി 3-ൽ നല്ലതല്ലേ? മേടലഗ്നത്തിന് ശനി നിൽക്കുന്നത് മിഥുനത്തിലാണ് അല്ലേ? മിഥുനം എന്ന് പറഞ്ഞാൽ ആരുടെ വീടാണ്? ബുധന്റെ വീടാണ്. ബുധന്റെ വീട്ടിൽ ശനി നല്ലതാണ്. 3-ലെ ശനി രാജയോഗം എന്നാ പറഞ്ഞത്. എന്താ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. രാജയോഗം തന്നെയാണ്. അല്ല, ചെറിയ എന്തെങ്കിലും പഴയ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. സുഹൃത്തും ഈ ജന്മത്തിന്റെ കർമ്മവും കൊണ്ട് തട്ടി നീങ്ങും. ഒരു വരെ അതിലേക്ക് പോകുന്നത് ഒരു ഓർമ്മയിൽ തന്നെ നീങ്ങുന്നത്. അല്ല, മുൻജന്മ സുഹൃതം കൊണ്ട് കുറേ ദോഷങ്ങൾ നമുക്ക് മാറി കിട്ടും. മുൻജന്മ ദോഷം കൊണ്ട് കുറേ ദോഷങ്ങൾ തന്നെ ഇടിച്ചു വരും. നമ്മൾ നന്നായി ജീവിച്ചാൽ ബുദ്ധിമുട്ടുകൾ വരും അല്ലേ? നമ്മളൊരു കുഴപ്പത്തിനും പോകാതിരുന്നാലും മുൻജന്മ ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷം ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരും. നമുക്കറിയില്ല മുൻജന്മം എന്താ ദോഷം ചെയ്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് ഈ ലോകത്തിലെ, വളരെ നല്ല മനുഷ്യന്മാരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളായി ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും മുൻജന്മ കർമ്മദോഷം കൊണ്ടായിരിക്കും വന്നിരുന്നത് നടക്കുന്നത്. അതേസമയത്ത് ഒരുപാട് ദ്രോഹം ചെയ്യുന്ന ഈ ജന്മത്തിൽ ചെയ്യുന്ന ആൾക്കാർ വളരെ സുഖമായി ജീവിക്കുന്നു. കാരണം അതിന് മുൻജന്മ കർമ്മഫലമാണ് ഈ ജന്മത്തിൽ സുഖമായി ജീവിക്കുക. അപ്പോൾ നമ്മളിത് അറിഞ്ഞുകൊണ്ട് നമ്മൾ മാനേജ് ചെയ്യാന്നുള്ളതാണ്. ലൈഫ് അത്രയല്ലേ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യുക. അതിനൊരു ഉപാധിയാണ് ജ്യോതിഷം. യോനിപ്പൊരുത്തം 27 നക്ഷത്രങ്ങളെ പുരുഷയോനി, സ്ത്രീ യോനി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. പുരുഷയോനിയിൽ ജനിച്ച പുരുഷൻ, സ്ത്രീ യോനിയിൽ ജനിച്ച സ്ത്രീ ഉത്തമമാണ്. ഇരുവരും സ്ത്രീ യോനിയിൽ മധ്യമം. രണ്ടുപേരും പുരുഷയോനിയിൽ ജനിച്ചവനാണെങ്കിൽ ദോഷമാണ്. സ്ത്രീ പുരുഷന്മാർ വിരുദ്ധ യോനിയിൽ ജനിച്ചവനെങ്കിൽ അത് കഷ്ടമാണ്. യോനിപ്പൊരുത്തത്തിൻ്റെ അഭാവം മൂലം അസംതൃപ്തി, സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങൾ തുടങ്ങിയ അസുഖകരമായ അവസ്ഥകൾക്ക് കാരണമായേക്കാവുന്നതാണ്. പുരുഷയോനി നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, പൂയം, ആയില്യം, മകം, ഉത്രം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, പൂരുരുട്ടാതി. സ്ത്രീ യോനി നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകീര്യം, തിരുവാതിര, പുണർധം, പൂരം, അത്തം, ചിത്തിര, അനിഴം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി. സ്ത്രീ യോനിയിലും പുരുഷൻ പുരുഷ യോനിയിലാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും. രണ്ടുപേരും സ്ത്രീ യോനിയാണെങ്കിൽ കുഴപ്പമില്ല. രണ്ടുപേരും പുരുഷ യോനിയാണെങ്കിൽ പ്രശ്നങ്ങളാണ്. രണ്ടുപേരും വിരുദ്ധ യോനി, സ്ത്രീ പുരുഷ യോനിയിലും പുരുഷൻ സ്ത്രീ യോനിയിലാണെങ്കിൽ അതികഷ്ടമാണ്.
പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ 5 പൊരുത്തമുണ്ടെങ്കിൽ ഇത് മാനേജ് ചെയ്ത് പോയിക്കോളും. ലെവലിൽ പൊരുത്തില്ലാതെ പറഞ്ഞ് ആളെ എടുക്കണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നും. ആദ്യം പറഞ്ഞ 5 പൊരുത്തമുണ്ടെങ്കിൽ ഈ ക്യാൻ മാനേജ്. ലൈഫിൻ്റെ ഒരു മാനേജ്മെൻ്റ് ആണ്. അല്ല, എല്ലാം ഒത്തുകിട്ടിട്ട് അങ്ങനൊരു ജന്മം ഉണ്ടാവും. കൂടങ്ങളും കുറേ ദോഷങ്ങളായിട്ട് മാനേജ് ചെയ്തൊക്കെ ജീവിച്ച് പോകാമെന്ന് മാത്രമേ പറ്റുള്ളൂ. ദിനപ്പൊരുത്തം. സ്ത്രീ ജനിച്ച നക്ഷത്രത്തിൽ നിന്ന് 3, 5, 7, 12, 14, 16, 21, 23, 25 ഈ നക്ഷത്രങ്ങളിൽ ഒന്നാണ് പുരുഷന്റെ ജന്മനക്ഷത്രമെങ്കിൽ ദിനപ്പൊരുത്തം ഇല്ല, അശുഭമാണെന്ന് അർത്ഥം. എന്നാൽ 7, 16, 25 എന്നീ നാളുകൾക്ക് മാഹേന്ദ്ര പൊരുത്തം എന്ന ഗുണമുള്ളതുകൊണ്ട് അവയെ അത്ര ദോഷമായി കരുതേണ്ടതില്ല. സ്ത്രീ ജനിച്ച നക്ഷത്രത്തിന്റെ ഏതു പാദത്തിലാണോ അതുമുതൽ 88ാമത്തെ നക്ഷത്രപാദത്തിൽ ജനിച്ച പുരുഷനെയും സ്ത്രീ ജനിച്ച നക്ഷത്രപാദത്തിന് നേരെ പിറകിലുള്ള നക്ഷത്രപാദത്തിൽ, അതായത് 108ാം കാൽ ജനിച്ച പുരുഷനെയും വർജിക്കേണ്ടതാണ്. ഈ പൊരുത്തം സ്ത്രീ പുരുഷന്മാരുടെ മാനസികമായ യോജിപ്പിനെയും സുഖജീവിതത്തിനെയും ഉദ്ദേശിക്കുന്നതാണ്. എന്നാൽ അവയെ പ്രദാനം ചെയ്യുന്ന രാശിപ്പൊരുത്തമോ യോനിപ്പൊരുത്തമോ ശുഭപ്രദമായുണ്ടെങ്കിൽ ദിനപ്പൊരുത്തം ഇല്ലെങ്കിലും ദോഷം ഉണ്ടാകുന്നതല്ല. അതെ. 3, 5, 7 സ്ത്രീയുടെ നക്ഷത്രത്തിൽ 3, 5, 7 ഇതാണ് സ്ത്രീയുടെ നക്ഷത്രമെങ്കിൽ ഇതായിരിക്കും. ഇതല്ലേ 3, പിന്നെ 5ാമത്തെ നക്ഷത്രം, പിന്നെ 7ാമത്തെ നക്ഷത്രം. ആ കോമ്പിനേഷനില്ലേ, ഈ കോമ്പിനേഷൻ ഇങ്ങനത്തെ 3ന്റെ കോമ്പിനേഷൻ, പിന്നെ 5ന്റെ കോമ്പിനേഷൻ ഏതാണ് വരുന്നത്, പിന്നെ 7ന്റെ കോമ്പിനേഷൻ ഏതാണ് വരുന്നത്, അതാണ് ഈ ദിനപ്പൊരുത്തം ഇല്ലെന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ 3ന്റെ അനുജന്മ നക്ഷത്രങ്ങളും 5ഉം 5ന്റെ അനുജന്മ നക്ഷത്രങ്ങളും 7ഉം 7ന്റെ അനുജന്മ നക്ഷത്രങ്ങളും, അതാണ് ഈ 3, 5, 7, 12, 14, 16, 21, 23, 25 എന്ന് പറഞ്ഞേക്കണം കേട്ടോ. അനുവരും അശ്വതി ജനിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ നക്ഷത്രം കാർത്തിക. 5ാമത്തെ നക്ഷത്രം അശ്വതിയാണല്ലേ? മകേരം. മകേരം. ആ, കാർത്തികയും മകീരം പറ്റും. കാർത്തിക പറ്റില്ല, മകീരം പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞു. 3, 5, 7 3, 5, 7 പിന്നെ വരുന്നത് ഏതാ? പിന്നെ വരുന്നത് 12, 14, 16 അങ്ങനെ പറ്റില്ല. പിന്നെ വരുന്നത് 21, 23, 25 പറ്റില്ല. അത് ഇതിന്റെ അനുജന്മ നക്ഷത്രങ്ങളായിരിക്കും. അത് അങ്ങനെ പറഞ്ഞതാ. മനസ്സിലായോ? അത് തന്നെ. ഇത് മറ്റേ ഇത് വിപത്ത് ആണ്, ഇത് മറ്റേ പ്രത്യാരയാണ്, ഇത് നൈധന അല്ലേ? നൈധനം. ആ, അത് നമ്മുടെ പഴയ ക്ലാസ്സിലുണ്ട്. വിപത്തും പ്രത്യാരയും നൈധനം എന്താണെന്ന്. 3, 5, 7 നക്ഷത്രങ്ങളെ പറയുന്ന പേരാ സാറേ. അതാണ് മോസ്റ്റ് ഡേഞ്ചറസ് നക്ഷത്രങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ കോമ്പിനേഷൻസ് 3, 5, 7. അതാണ് നമ്മൾ 3ാമത്തെ രാശി എടുക്കില്ല എന്ന് പറയില്ലേ? 3ാമത്തെ ഒന്നാണെന്ന് പറഞ്ഞില്ലേ? 3 3ാമത്തെ രാശിയും എടുക്കില്ല. സ്ത്രീയുടെ 3ാമത്തെ രാശിയും എടുക്കില്ല, 3ാമത്തെ നാളും എടുക്കില്ല. അശ്വതി, ഭരണി, കാർത്തിക. അശ്വതി കാർത്തിക എടുക്കില്ല, 3ാമത്തെ നാളാണ്. അതുപോലെ തന്നെ അശ്വതി മേടക്കൂറിൻ്റെ 3ാമത്തെ കൂറായ മിഥുനക്കൂറും എടുക്കില്ല. അത് 3 അല്ലേ? 3, 5, 7 ഒഴിവാക്കിയിട്ടാണ് നല്ലത്. പക്ഷെ 7 എന്ന് പറഞ്ഞാൽ അത്ര കുഴപ്പമില്ല. മാനേജ് ചെയ്യില്ല. അങ്ങനെയല്ലേ? 7 മാനേജ് ചെയ്യാന്നല്ലേ അവർ? 7 3, 5, 7 ഇല്ല. ഇല്ല, 7 ഒട്ടും പറ്റില്ല. 7 കുറച്ചും കൂടി പാടാ. ഡെത്താ പറയുന്നത്. ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷനാ പറയുന്നത്. പക്ഷേ ഇതില് 7, 16, 25 ആ, അത് ഇതുള്ളതുകൊണ്ടായിരിക്കും. മഹേന്ദ്രപുരത്ത് ഉള്ളതുകൊണ്ട്. ഓക്കെ, എടുക്കാം. ശരി. 7, 16, 25 എടുക്കാന്ന് ആ, ആയിക്കോട്ടെ. പക്ഷെ ഇവര് പറയുന്നത് നവതാര സിസ്റ്റത്തിൽ പറയണത് 7, 15, 7, 16, 25 ആണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത്. ഡേഞ്ചറസ് ആണെങ്കിൽ ആള് പ്രൊവൈഡ് ചെയ്യും, ലക്ഷറി ഉണ്ടാവും വീട്ടില്, സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു യൂണിറ്റി പ്രശ്നമുണ്ടല്ലോ. ആഫ്റ്റർ 10 years it doesn't matter. അതിന് വേണം നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ 10 years പോലും വേണ്ട. ജ്യോതിഷ പഠിച്ച പ്രശ്നങ്ങളൊന്നുമില്ല. അതെ. സ്ത്രീ ദീർഘപ്പൊരുത്തം.
8ാമത്തതാണത്. സ്ത്രീ ജനിച്ച നക്ഷത്രത്തിൽ നിന്ന് പുരുഷൻ്റെ ജന്മനക്ഷത്രത്തിലേക്കുള്ള ദൈർഘ്യമാണ് ഈ പൊരുത്തത്തിന് ആധാരം. സ്ത്രീ നക്ഷത്രത്തിൽ നിന്നും 15 നക്ഷത്രത്തിന് മേലാണ് പുരുഷ നക്ഷത്രമെങ്കിൽ ദീർഘപ്പൊരുത്തമുണ്ട്. സ്ത്രീക്ക് ദീർഘമംഗല്യത്തെ പ്രദാനം ചെയ്യാൻ ഈ പൊരുത്തത്തിന് കഴിയുമെന്ന് പറയുന്നു. ഇത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ദീർഘപുരത്ത് വലിയെങ്കിലും എടുക്കാം. 2ാമത്തെ നാളൊക്കെ അല്ലെങ്കിൽ 6, 9, 18, 15 നക്ഷത്രത്തിന് മേലെയാണെങ്കിൽ ദീർഘപുരത്തം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 2ാമത് നാളത്തുള്ള ആൾക്കാർ ഒരുപാട് സുഖമായിരിക്കും. ദീർഘപുരത്തം വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ട കാര്യമില്ല. എന്താ ഉണ്ടെങ്കിൽ പറഞ്ഞതല്ലേ, ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒഴിവാക്കേണ്ട കേസൊന്നുമില്ല. അപ്പോൾ ദീർഘപുരത്തില്ല എന്നാ വേണ്ട. 9. രഞ്ജുദോഷം. 27 നക്ഷത്രങ്ങളെ 3 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. ഇതിൽ സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ ഒരേ രഞ്ജുവിൽ വരുന്ന ദോഷമാണ്. അതിൽ തന്നെ മധ്യമരഞ്ജു വർജ്യമാണ്. മറ്റു പൊരുത്തങ്ങൾ ഉത്തമമെങ്കിൽ പ്രഥമരഞ്ജുവും അന്ത്യരഞ്ജുവും ദോഷമായി കണക്കാക്കേണ്ടതില്ല. അതിൽ കൊടുത്തിട്ടുണ്ട് പ്രഥമരഞ്ജു, മധ്യമരഞ്ജു, അന്ത്യരഞ്ജു. പ്രഥമരഞ്ജുവിൽ അശ്വതി, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, തൃക്കേട്ട, മൂലം, ചതയം, പൂരുരുട്ടാതി. മധ്യമരഞ്ജുവിൽ ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി. അന്ത്യരഞ്ജുവിൽ കാർത്തിക, രോഹിണി, ആയില്യം, മകം, ചോതി, വിശാഖം, ഉത്രാടം, തിരുവോണം, രേവതി. നക്ഷത്രങ്ങൾ എണ്ണുമ്പോൾ ആരോഹണത്തിൽ വരുന്ന മധ്യമരഞ്ജുവിന് ആരോഹി മധ്യരഞ്ജു എന്നും അവരോഹണത്തിൽ വരുന്ന മധ്യമരഞ്ജുവിന് അവരോഹി മധ്യരഞ്ജു എന്നും പറയുന്നു. ഉദാഹരണത്തിന് ഭരണി ആരോഹണത്തിലും മകേരം അവരോഹണത്തിലുമാണ്. ഒരാളുടേത് ആരോഹി മധ്യരഞ്ജുവിലും മറ്റേത് അവരോഹി മധ്യരഞ്ജുവിലും ആണെങ്കിൽ മധ്യമരഞ്ജു ദോഷം സാരമാക്കേണ്ടതില്ലെന്നും അഭിപ്രായമുണ്ട്. അത് മനസ്സിലായോ? പറഞ്ഞുതരാം. അശ്വതി നമ്മൾ എഴുതുക. അശ്വതി, ഭരണി, കാർത്തിക. കാർത്തിക എഴുതിയത് തൊട്ട് താഴെയാണ് രോഹിണി എഴുതി. രോഹിണി, മകേരം, തിരുവാതിര. അപ്പോൾ അശ്വതി, ഭരണി എന്ന് പറയുന്നത് ആരോഹി എന്ന് പറയും, മേലോട്ട് പോകും. പിന്നെ രോഹിണി, മകീരം അവരോഹി താഴോട്ട്. നമ്മൾ മേലോട്ട് ഇടുന്നവർക്ക് അശ്വതി, ഭരണി, കാർത്തിക. കാർത്തികയുടെ തൊട്ടടിയിലാണ് രോഹിണി എഴുതുന്നത്. രോഹിണി കഴിഞ്ഞിട്ട് മകീരം വരുമ്പോൾ അവരോഹി താഴോട്ട് വരുന്നു. പിന്നെയും അത് കഴിഞ്ഞിട്ട് തിരുവാതിര, പുണർന്നം, പൂയം. പൂയം ആരോഗ്യമാണ്. പൂയം ആയില്യം. മകൻ, പൂരം അവരോഗ്യമാണ്. ആരോഗ്യം അവരോഗ്യം തമ്മിൽ എടുക്കാമെന്നൊരു ഒരു വിട്ടുവീഴ്ച. എന്തിനൊരു വിട്ടുവീഴ്ച പാടില്ല. അപ്പോൾ ഒരാൾ ആരോഗ്യമാണ്, മറ്റൊരാൾ അവരോഗ്യമാണെങ്കിൽ വി ക്യാൻ കൺസിഡർ. തീരെ എടുക്കണ്ടെന്ന് പറയുന്ന കാര്യമില്ല. രണ്ടും ആരോഗ്യമാണെന്ന് വിചാരിക്കുക, വേണ്ടാന്ന് പറയും. രണ്ടും അവരോഗ്യമാണ്, വേണ്ടാന്ന് പറയും. ഒന്ന് ആരോഗ്യം, ഒന്ന് അവരോഗ്യമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇനി മനസ്സിലായോ? സംശയമുണ്ടോ? ഒന്നും കൂടി പറയാമോ സാർ? വരക്കട്ടെ. അശ്വതി ഞാൻ മനസ്സിലാക്കിയത് ഒരു ചരടിൽ കോർത്തിരിക്കുകയാണ് 27 നക്ഷത്രം. ഒരു ചരടിൽ കോർത്തിരിക്കുന്നതിനകത്ത് ഈ മധ്യമരഞ്ജു എടുക്കണ്ട. ഇത് ആ ചരട് ഇങ്ങനെ സ്പ്രിങ് പോലെ ഇരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് വലത്തോട്ട് പോകുന്നത് ആരോഗ്യം, ഇടത്തോട്ട് വരുന്നത് അവരോഗ്യം. അപ്പൊ ഇതിനകത്ത് പിന്നെ ഈ ചരട് ഏറ്റവും നല്ലത് മധ്യത്തിൽ വരുന്ന തമ്മിൽ എടുക്കാതിരിക്കുകയാണ് ഉത്തമം. മധ്യമരഞ്ജു എടുക്കാതിരിക്കുകയാണ് ഉത്തമം. പിന്നെ പാർശ്വരജു, പ്രഥമരജു രണ്ടുപേരാണെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്രഥമരജുവും മധ്യമരജുവും എടുക്കുന്നതിന് കുഴപ്പമില്ല. മധ്യമരജുവും അന്ത്യരജു എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മധ്യത്തിൽ വരുന്ന 2 ആൾക്കാർ ഈ 9 നാൾ തമ്മിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം. സാറ് പറഞ്ഞത് ഈ മധ്യമരഞ്ജുവിൽ വരുന്ന ഈ ഭരണി, മകീരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാട, അവിട്ട, ഉത്രട്ടാതി ഇവര് സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്രം ഇതാണെങ്കിൽ എടുക്കരുതെന്നാണ്. എടുക്കരുത്. ഉത്തമം. പിന്നെ ആരോഗ്യ അവരോഗ്യമാണെങ്കിൽ വേണമെങ്കിൽ എടുക്കാം. വിട്ടുവീഴ്ച അത് മധ്യമരഞ്ജുവിലാണെങ്കിലും ഉണ്ടോ വിട്ടുവീഴ്ച? വിട്ടുവീഴ്ച ഉള്ളത്. പാർശ്വത്തിനൊന്നും പേടി പ്രശ്നമേ ഇല്ല. മറ്റു 2 രഞ്ജുവിനും ഒരു പ്രശ്നവുമില്ല. മധ്യമരഞ്ജു കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. അത് പേടിപ്പിക്കുന്നതാണ്. അത്ര വലിയ വിവരമൊന്നുമല്ല. അവസരം സെപ്പറേഷൻ, വിട്ടു നിൽക്കേണ്ട അവസ്ഥ. ചരട് പൊട്ടിപ്പോയാൽ പോയില്ല, ചരട് പൊട്ടും. അതാണ് ചരട് പറഞ്ഞ എനിക്ക് മനസ്സിലായി. ചരട് എന്ന് പറഞ്ഞാൽ മംഗല് അത് ചരട് പൊട്ടും. പൊട്ടെന്ന് പറയാൻ പറ്റില്ല. പൊട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ചരട് പൊട്ടെന്ന് പറഞ്ഞാൽ അറിയാലോ, മംഗലിന്റെ സൂത്രം പോയാൽ പോയില്ല, എല്ലാം പോയില്ല. അത് ചരട് പൊട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും.
സാറേ ഒരാളിപ്പോൾ പ്രഥമ രഞ്ജുവും മറ്റേ ആൾ അന്തിരഞ്ജു ആണെങ്കിൽ എടുക്കാമല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. ഒരാൾ പ്രഥമ രഞ്ജുവാണ്, മറ്റേ ആൾ അന്ത്യരഞ്ജുവാണ്, പ്രശ്നമില്ല, എടുക്കാം. രണ്ടുപേര് പ്രഥമ ആണെങ്കിലും എടുക്കാം, ദോഷമില്ല. മറ്റു പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ മറ്റു പൊരുത്തങ്ങളുണ്ട്, മറ്റു പൊരുത്തങ്ങൾ നോക്കണം അവിടെ. ഈ പ്രഥമ മദ്യമം കൂടി എടുക്കാം. പ്രഥമം മദ്യമം എടുക്കാൻ, മദ്യമം പ്രഥമം എടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. മദ്യമത്തിൽ തന്നെ മദ്യമത്തിൽ മാത്രമേ പേടിക്കേണ്ട കാര്യം. മദ്യമരജ് വന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അവിടെ പൊട്ടിയില്ല, കാര്യം പൊട്ടിയില്ല. ആ അങ്ങനെയാണെങ്കിൽ മധ്യമരഞ്ജുവിലാണെങ്കിലും ഒരാളുടേത് ആരോഹി മധ്യരഞ്ജുവിലും മറ്റേത് അവരോഹി മധ്യരഞ്ജുവിലും ആണെങ്കിൽ മധ്യമരഞ്ജു ദോഷം സാരമാക്കേണ്ടതില്ലെന്ന അഭിപ്രായമുണ്ട്. മധ്യമത്തിലാണെങ്കിൽ തൊട്ടതാണ് രോഹിണിയാണ്, രോഹിണി ഇവിടെ തന്നെ ഉള്ളത്. ഇത് കണ്ടിന്യൂസ് സാറ് പറഞ്ഞില്ലേ, ഇത് ചെയിനാണ്, സ്പ്രിങ് പോലെയാണ്. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ ഭരണിയും മറ്റേ ആളുടെ മകയിലും ആണെങ്കിലോ? ഭരണി പകരാണെങ്കിൽ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞു. ആരോഗ്യം ഒരു അവരോഹി അല്ലേ? വേണമെങ്കിലാവാം. പക്ഷെ ഭരണി, അതായത് ഭരണിയും പൂയവും ഒരിക്കലും പറ്റില്ല, മകീരവും പൂരവും ഒരിക്കലും പറ്റില്ല. അതൊരു റിസ്ക് ആണ്, നമ്മളതിന് പോകാതിരിക്കുകയാണ് നല്ലത്. ഈ മദ്യപരിചയമാണെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ജ്യോത്സ്യൻ എന്ന് പറഞ്ഞതാണ് നല്ലത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പോകും. അത് ശരിയാട്ടോ, ചില സംഗതികളിലെ പല വ്യത്യസ്ത അഭിപ്രായം കാണും. ഈ ജ്യോതിഷന്മാർ തമ്മിൽ തന്നെ പരസ്പരം ഒരു ധാരണയില്ലാത്തതിലായി. അപ്പൊ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ജീവിതം കൊണ്ട് കളിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് പറയാനുള്ളത് പറയാ, അവര് വേറെ ആരെങ്കിലും പോയി കണ്ടിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കട്ടെ. ഇപ്പൊ പണ്ടൊരാള് ഒരു ജ്യോത്സ്യൻ ജാതകം പൊരുത്തൊക്കെ നോക്കി കൊടുത്തു, എടുത്തോളാൻ പറഞ്ഞു. എടുത്തൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത്, ഒരു 5-10 കൊല്ലം കഴിഞ്ഞ് പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് തന്നെ വന്നു, പ്രശ്നങ്ങൾ വന്നു. ഇത് ആരായത് നോക്കിയത്? ചെറുപ്പമരികളാണ് അറിവിനെയാണ് നോക്കിയത്. അപ്പൊ അങ്ങനെ ജ്യോത്സ്യന്മാർ തന്നെ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാലം. നമ്മൾ പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അടി തിരിച്ചു കൊടുക്കും. ജോഷിമാരുടെ സമയം നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നോക്കി പറയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നോക്കി ഫലപ്രയോജനം നടത്താൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അല്ല, നമ്മുടെ സമയ ദോഷമാണെങ്കിൽ ജ്യോത്സ്യന്റെ സമയം ദോഷമായിരിക്കും. അതാണ് നമ്മൾ ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്ന സമയത്ത് ചില നല്ല സമയം നോക്കി പോകണമെന്നുള്ളത് ഇല്ലേ? പ്രശ്നമൊക്കെ എടുക്കാൻ എടുക്കാൻ പോകണ സമയത്ത് കഴിയുന്നത് രാവിലെ തന്നെ പോകും. നമ്മുടെ ശരീരത്തിൽ ഗുളിക കഴിച്ച് 12 മണി കൂടെ കഴിച്ച് പോകാൻ നടക്കില്ല. ഇപ്പോൾ ജ്യോത്സ്യം ടയർഡായിരിക്കും, കുറേ ജ്യോത്സ്യം നോക്കി ഇതിൻ്റെ ടയർഡായി. അപ്പോഴിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കോ? അപ്പം നല്ലത് ഫ്രഷായിട്ട്, അപ്പോൾ ഏത് കാര്യം അങ്ങനെയല്ലേ, നമ്മൾ ഫ്രഷായിട്ട് നല്ലൊരു മോഡലിൽ പോയി സംസാരിക്കും. നല്ലത്. ഇനി ചില ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുകയാണ്, ഒരു 10 ജാതകം നോക്കാൻ വേണ്ടി കൊണ്ട് ഇതൊന്നും നോക്കണം, ഇതൊന്നും നോക്കണം, ഇതും നോക്കണം. അപ്പോൾ ജ്യോത്സ്യൻ ടോട്ടലി കൺഫ്യൂഷൻ. എന്തായാലും പൈസ കൊടുക്കുന്നില്ല, അതുകൊണ്ട് 5 കൂടി നോക്കി വെക്കുന്നത്. അങ്ങനെ ആൾക്കാരുണ്ട്. അതാണ് പറഞ്ഞു പറയാൻ കാരണം. പൊരുത്തം നോക്കാനല്ല ഞാൻ പറഞ്ഞത്. ഒരു ജാതകം പോകാൻ അച്ഛൻ്റെയും അമ്മയുടെയും 2 കുട്ടികളുടെയും ജാതകം നോക്കാൻ 4 ജാതകം കൊണ്ടുപോകും. അപ്പോൾ ജ്യോത്സ്യം പോകണമെങ്കിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ഫ്രഷ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ ജ്യോത്സ്യത്തിന് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം മനസ്സിലിരുന്നാണ് നല്ലത്. മനസ്സിലായില്ല? അങ്ങനെ മനസ്സിലായില്ലേ? എന്താ കുറേ എന്തായാലും പോകില്ലേ, ഇതൊക്കെ എല്ലാം കൂടി അങ്ങോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ പൊരുത്തം അങ്ങനെ. ഇപ്പോൾ ഒരാൾ 10 ജാതകം കിട്ടി, 10 പൊരുത്തം നോക്കണമെന്നാണ് നമുക്ക് പ്രശ്നമുള്ളത്. ജാതകം അനലൈസ് ചെയ്യാന്ന് പറയുന്നത് 1-2 ജാതകം ഒരൊറ്റ ടൈമിൽ അനലൈസ് ചെയ്താണ് പറ്റും. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അത്ര ആക്യുറസി വരണമെന്നില്ല. വേദദോഷം. പരസ്പരം വേദദോഷമുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ വിവാഹം വർജ്യമാണ്. വേദദോഷം ഭവിച്ചാൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തോടെ ദോഷം ഭവിക്കുമെന്ന് പറയപ്പെടുന്നു. വേദദോഷമുള്ള നക്ഷത്രങ്ങൾ അശ്വതിക്ക് തൃക്കേട്ട, ഭരണിക്ക് അനിഴം, കാർത്തികയ്ക്ക് വിശാഖം, രോഹിണിക്ക് ചോതി, മകീരത്തിന് ചിത്തിര അവിട്ടം, തിരുവാതിരയ്ക്ക് തിരുവോണം, പുണർദ്ധത്തിന് ഉത്രാടം, പൂയത്തിന് പൂരാടം, ആയില്യത്തിന് മൂലം, മഖത്തിന് രേവതി, പൂരത്തിന് ഉത്രട്ടാതി, ഉത്രത്തിന് പൂരുരുട്ടാതി, അത്തത്തിന് ചതയം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേദദോഷം. വേദദോഷം എന്ന് പറഞ്ഞാൽ സംഗതി ഭാര്യയും ഭർത്താവും വിഷം കുടിച്ച് മരിക്കുക. ഭാര്യയും ഭർത്താവും ഫ്ലൈറ്റിൽ പോകുന്നത് ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആയി മരിക്കുക, കൂട്ടമരണം സംഭവിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡ് ജോയിൻ്റ് എടുക്കും. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ അപകടങ്ങൾ വരിക. എന്തായാലും അത് അങ്ങനത്തെ എടുക്കാൻ
സാധാരണ എൻ്റെ അടുത്തൊക്കെ വന്നാൽ വേദദോഷം അത്ര പോലും വേണ്ട ഒരെത്ര പൊരുത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റിസ്ക് എടുക്കാൻ പോകരുതെന്നാണ്. പിന്നെ ഞങ്ങൾ കഴിച്ചാൽ എന്താ അങ്ങനെ ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴിക്കാൻ പറ്റുന്ന ആൾക്ക് അവിടെ പോയി കൊടുക്കുന്നത് വഴിയാണ്. നമ്മളൊരിക്കലും ജ്യോത്സ്യന്മാർ റിസ്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മളെ റിസ്ക് എടുക്കുന്നത് അവിടെ എന്താ വരികയെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നും നമുക്കില്ല. നമ്മളെല്ലാം മനുഷ്യന്മാരില്ല. അപ്പോൾ അതിന് അങ്ങനെ റിസ്ക് എടുക്കും. പക്ഷേ എന്നെ നമ്മൾ ഇത് അനുഭവം അതുകൊണ്ടാണ് വേറെ ദോഷം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇനി അങ്ങനെ കല്യാണം കഴിച്ചാൽ അതിന് പരിഹാരം എന്താ? കല്യാണം കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ മകൻ ദുബായിലാണ്, ഞാനും ഭാര്യയും കൂടി പോയേ മതിയാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേറെ ദോഷം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് ആക്സിഡൻ്റായി അല്ല അതുപോലെ പരിഹാരം എന്താ ഉള്ളൂ? പരിഹാരം ഇല്ല എന്നുള്ളതാണ്. ഓൾറെഡി കഴിച്ചു പോയി. ഈശ്വരാധീനം. പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ ദശാസന്ധി ദശയൊക്കെ തീരുന്ന സമയമൊക്കെ ഇല്ലേ, അതേ സമയത്തൊക്കെ യാത്രയൊന്നും പോകാതിരിക്കുക. ആ സമയത്ത് യാത്ര ചെയ്യാതിരിക്കുക. ദശാസന്ധി സമയത്ത് ആ സമയത്ത് യാത്ര ചെയ്യാതിരിക്കുക. ഒരുമിച്ച് താമസിക്കാതെ ഒരുമിച്ച് ദശാസന്ധി വരികയാണെങ്കിൽ വിട്ടു നിൽക്കുക. ഭാര്യയോട് പറയുന്നത് 3 മാസം വിട്ടു പോയി നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ പോയി അവിടെ നിൽക്കാൻ എൻ്റെ വീട്ടിൽ നിൽക്കുക. അങ്ങനെ വിട്ടു നിൽക്കുന്നത് നല്ല. ഒന്നിച്ച് നിൽക്കാതെ വിട്ടു നിൽക്കുക. അല്ലാതെ കുറേ കൂലിയൊന്നും ചേർക്കുന്ന വലിയ കാര്യമുണ്ട്. പിന്നെ ഈശ്വരഭജനം വളരെ നല്ലതാണ്. ഏറ്റവും നല്ലത് നമ്മൾ സ്വയം ഭജനമാണ്. സ്വന്തമായി ചെയ്യുക. അമ്പലത്തിൽ പോകാൻ നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കുക. ഏത് ദേവനെന്നുണ്ടോ? നമ്മുടെ ഏത് ദേവനും നമ്മുടെ മനസ്സിൽ പറയുന്നത്. ദേവൻ എന്നത് സാധാരണ പറയുന്നത് അയ്യോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ദേവൻ നമ്മുടെ വായിക്കരുത്. അതാണ് നമ്മുടെ ദേവൻ. ശിവഭജനം വേണം. ശിവഭജനം എന്ന് പറയുന്നത് ചെയ്യാൻ നമ്മുടെ നല്ലതിൽ നമ്മളെ മൃത്യുവാണല്ലോ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ശിവഭജനം കൊണ്ട് ഒരു പരിധി വരെ ഉണ്ടാവും. മൃത്യുജയ ഹോമം പോലെയുള്ള കാര്യങ്ങൾ. മൃത്യുഞ്ജയ ഹോമം എന്തിനാണ് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത്? വ്യക്തിയെ ജയിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ദശാസന്ധി ദോഷം ഒരാളുടെ ഒരു ദശ മാറി, അപ്പോൾ വ്യാഴദശ മാറി ശനി ദശ വരുന്നു. അപ്പോൾ ഒരു മരണം മാറ്റം, ഒരു മരണം കഴിഞ്ഞ് വേറൊരു മരണം വരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഈ ദശാസന്ധി ദോഷം വരാതിരിക്കാനാണ് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത്. ദശാസന്ധി എത്ര 6 മാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ എത്ര നാളെ? ദശാസന്ധി 3 മാസം. 3 മാസം. ആ ദശാസന്ധി വരുന്ന മാസം അതിൻ്റെ 1 മാസം മുമ്പിൽ ആ മാസം അതിൻ്റെ 3 മൃത്യുഞ്ജയം ചെയ്താൽ ഹോമം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്താൽ ഇതിലേക്ക് പൈസ ഉണ്ടാവില്ല. പുഷ്പാഞ്ജലി ചെയ്താൽ ജാതകത്തിനാണെങ്കിൽ 1 ഇയറാണ് നോക്കുന്നത്. ഒരു 11 മാസമൊക്കെ എടുക്കും. 11 മാസമൊക്കെ ഉണ്ടാകും. 1 ഇയർ വേണമെന്നില്ല. കാരണം ചിലപ്പോൾ ഗണിച്ച ജാതകത്തിനാണെങ്കിൽ കമ്പ്യൂട്ടർ ജാതകം കുഴപ്പമില്ല. ഒരാൾ എഴുതിക്കൊണ്ടുപോയ ജാതകമാണ് നമ്മൾ ഗണിച്ച് നോക്കിയിട്ട് ചെയ്യണം. ശിഷ്ടദശ മാറാനുള്ള ചാൻസ് ഉണ്ട്. ജാതകം പഴയ ജ്യോത്സ്യന്മാരൊക്കെ ജാതകം ഗണിക്കുമ്പോൾ ഗർഭശിഷ്ടദശ മാറും കണക്കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കമ്പ്യൂട്ടറിലിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം. കമ്പ്യൂട്ടറിൽ കണക്കൊരിക്കലും തെറ്റില്ല. അപ്പോൾ 1 ഇയർ 1 ഇയറാണ് നല്ലത്. അത് ഈ പൊരുത്തം നോക്കുമ്പോഴല്ലേ സാർ? ആ പൊരുത്തം നോക്കും. അത് പറയാം, അത് വരുന്നുണ്ട്. ജാതകം നോക്കുമ്പോൾ ജാതകമല്ല സാറ് ജാതകമല്ല, ജാതകം ഇത് പൊരുത്തത്തിൻ്റെ കാര്യമുണ്ട്. അത് സാറ് ചോദിക്കാൻ സാറിന് പ്രത്യേക ഇഷ്യൂ ഉണ്ട്. അത് ഇപ്പൊ അടുത്ത അത് വരും. എല്ലാവരും എന്തായി കല്യാണമായോ? അതാണ് നോക്കിയാൽ മതി. ഇനി സാറിന് കാര്യം ചെയ്ത് വേറെ വല്ലവരും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. സാറ് പറഞ്ഞത് നമ്മുടെ ഇൻഡിവിജ്വൽ ജാതകത്തിലാണ് 3 മാസം സാറ് പറഞ്ഞില്ലേ. ഇന്ത്യയിലെ ജാതകം പൊരുത്തം നോക്കുമ്പോഴാണ് രണ്ടുപേരുടെയും തമ്മിൽ ദശാസന്ധി തമ്മിൽ ഈ 1 വർഷം വ്യത്യാസം. ഇന്ത്യയിലാണ് 3 മാസം. മറ്റേത് ദശാസന്ധി നോക്കുന്നത് പുരുഷന്റെ സ്ത്രീയുടെയാണ് 1 ഇയർ പറയുന്നത്. ദശാസന്ധി എന്ന് പറഞ്ഞാലേ രണ്ടും ഒരു പ്ലാനറ്ററി എനർജിയിൽ നിന്ന് വേറൊരു പ്ലാനറ്ററി എനർജിയിലോട്ടുള്ള മാറ്റമാണല്ലോ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടി വരും. സാറേ ഞാനങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാറില്ല. വിട്ടുവീഴ്ച ചെയ്യുക അതിൻ്റെ ദോഷം വന്നാൽ നമുക്കിന്ന് നമ്മളതിനെ വേണ്ടാത്ത റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. സ്ത്രീയുടെ ജന്മനക്ഷത്ര ആയവ്യയങ്ങൾ സ്ത്രീയുടെ ജന്മനക്ഷത്രം മുതൽ പുരുഷൻ്റെ ജന്മനക്ഷത്രം വരെ എണ്ണിയാൽ വരുന്ന സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ച് 7 കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് വ്യയം. വ്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ്. ഓക്കെ. അതേപോലെ തന്നെ പുരുഷൻ്റെ ജന്മനക്ഷത്രം മുതൽ സ്ത്രീയുടെ ജന്മനക്ഷത്രം വരെ എണ്ണിയ സംഖ്യയെ 5 കൊണ്ട് ഗുണിച്ച് 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ആയം. ആയം എന്ന് പറഞ്ഞാൽ വരവ്.
ആയവ്യയങ്ങളിൽ ആയം അധികം വന്നാൽ തമ്മിലുള്ള വിവാഹം ശോഭനമാണ്. ഇത് വേറെ ഒന്നുമില്ല, 2 നാൾ മാത്രമേ ഉള്ളൂ. പൊരുത്തം നോക്കണമെന്ന് പറഞ്ഞ് വന്നാൽ ചെയ്യാൻ പറ്റുന്നത് കൃത്യമാണ്. വേറെ ഒന്നും അറിയില്ല, ഡീറ്റോ പറ്റില്ല, തന്നെയില്ല, നാൾ മാത്രം അറിയും. അതിപ്പോൾ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. വന്ന നാൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി മാത്രമേ ഉള്ളൂ. അതിൽ ആധികാരികമായ ഒരിതില്ല. ആയം കൂടുതൽ വന്നാൽ എടുക്കാം, വ്യയം കൂടുതലാണെങ്കിൽ എടുക്കാതില്ല. ഇനി മനപ്പൊരുത്തം. യസ്യാം മനഃ സമാസക്തം താമേവ വിവാഹേത് ബുധ സർവാനുഗുണ ഭാഗേപി മനോനുഗുണതാധിക. പുരുഷൻ ഒരു സ്ത്രീയിൽ ആസക്തി ജനിച്ചാൽ തീർച്ചയായും ആ സ്ത്രീയെ തന്നെ പാണിഗ്രഹണം ചെയ്യണം. എല്ലാ ഗുണങ്ങളിലും വച്ച് മനോഗുണമാണ് പ്രധാനം. ഇവിടെ ഉദ്ദേശിക്കുന്ന മനപ്പൊരുത്തം ഭോഗതൃഷ്ണ കൊണ്ടുള്ള ആസക്തിയല്ല, സ്വതസിദ്ധമായ മനോഗുണമാണ്. പറയേണ്ട കാര്യമില്ലല്ലോ. ഒരാളെ ഇഷ്ടപ്പെടുക, അത് പിന്നെ ആ കുട്ടിയുടെ അച്ഛൻ്റെ സ്വത്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ ദുബായിൽ ജോലി കിട്ടി മേടിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ഒരു ഇഷ്ടപ്പെട്ടു ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നല്ല കുട്ടിയാണ്, ഇഷ്ടപ്പെട്ടു, കല്യാണം. അത് ജാതകമൊന്നും നോക്കണ്ടല്ലോ. ധനം കണ്ടിട്ടല്ല, വേറെ ധനമോ വേറെ ഒന്നുമില്ല, ജാതി മതം ഒന്നുമില്ല. ആ കുട്ടീനെ എനിക്കിഷ്ടമാണ്, ആ കുട്ടിക്ക് തന്നെ ഇഷ്ടം. കല്യാണം കഴിക്കാം, ഒരു വേദമില്ല, ഒരു ഇല്ല. മനപ്പൊരുത്തം, പിന്നെ മനപ്പൊരുത്തത്തിന് കാര്യം കുഴപ്പമുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മനം മാറുന്നതിനൊക്കെ വിട്ടുപോകും. നമുക്ക് ഉത്തരവാദിത്തമില്ല. ഇഷ്ടപ്പെട്ടത് ആദ്യം കുറച്ച് ദിവസം ഇഷ്ടപ്പെട്ടു, കുറേ ഇഷ്ടപ്പെട്ടതെന്ന് പോകും. അതിന് ജാതകം നോക്കേണ്ട കാര്യമില്ല. ജാതകം നോക്കിയിട്ടില്ലെങ്കിൽ മനപ്പൊരുത്തമുണ്ടല്ലോ, ഒരു കല്യാണം കഴിക്കും. അപ്പോൾ നിങ്ങൾ മനപ്പൊരുത്താണ് ജാതകം നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ ഇങ്ങനെ ആണും പെണ്ണുങ്ങൾ ജാതകം പറഞ്ഞാൽ ഇതൊന്നും പൊരുത്തമാണ്. അല്ലെങ്കിൽ എന്തിനാണ് നോക്കുന്നത്? ഇവിടെ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല സാറേ, എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് സാർ ഇതൊന്ന് യോജിപ്പിച്ച് തരണം എന്നാണ് ആവശ്യം. ഞാൻ പറഞ്ഞത് ഇവിടെ ഇല്ല, പദ്ധതി എവിടെയാണ് അതെനിക്കറിയില്ല. കാരണം നമ്മൾ ഇതിലേക്ക് വേണ്ടി കല്യാണത്തിന് വേണ്ടി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കണം, അതാണ് ആവശ്യം. അപ്പോൾ നമുക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞ ജാതകം നോക്കാം, പൊരുത്തമില്ലെങ്കിൽ പൊരുത്തമില്ല എന്ന് പറയും, പൊരുത്തമില്ലെന്ന് സമ്മതം വേണ്ട പോയിക്കോണം. അത് നമ്മുടെ തലയിൽ ഒരു ബാധ്യത ദിവസം എഴുതി കൊടുക്കുക, നമ്മൾ കടമ എഴുതി കൊടുക്കണം. പൊരുത്തമില്ലെങ്കിൽ പൊരുത്തമുണ്ടെന്ന് എഴുതി കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അതേ ഒരുപാട് എല്ലാവരും തരും, ഒരുപാട് നമ്മളുടെ പൈസ കൊണ്ടുവരും, ഒന്നും ചെയ്യാം. ചെയ്യുന്ന സത്യസന്ധമായിട്ടൊന്നുമില്ല. അനിഷ്ടമാരും കുട്ടികളും കാണും കൂടി വരാം. ഒരാളുടെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല, ഇവർ രണ്ടുപേരും ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ പോയിട്ട് പറ്റിയ സ്ഥലങ്ങളുടെ വീട്ടുകാരുണ്ടായിട്ട് ഒത്തിരി പ്രശ്നമാണ്. രജിസ്റ്റർ മാരേജ് അല്ല, നമ്മൾ ഒരുപാട് ആൾക്കാർ പല ലെവലിൽ നമ്മളെ സമീപിക്കും. നമ്മൾ കെയർഫുള്ളായിട്ട് ബുദ്ധിമുട്ടാണ്. ജാതകപ്പൊരുത്തം, നക്ഷത്രപ്പൊരുത്തം. ഇത്ര നേരം നക്ഷത്രപ്പൊരുത്തം നോക്കിയത്. നക്ഷത്രപ്പൊരുത്തം കൂടാതെ സ്ത്രീ പുരുഷന്മാരുടെ ജാതകങ്ങൾ തമ്മിലും പൊരുത്തം നോക്കേണ്ടതുണ്ട്. ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും ജാതകങ്ങളിലെ പാപഗ്രഹങ്ങളുടെ ഇഷ്ടാനിഷ്ട സ്ഥാനങ്ങൾ നോക്കി പാപസാമ്യം പരിശോധിക്കേണ്ടതുണ്ട്. സ്ത്രീ പുരുഷന്മാരുടെ ജാതകങ്ങളിൽ കുജൻ, രവി, ശനി, രാഹു എന്നീ പാപഗ്രഹങ്ങൾ ലഗ്നം, അതായത് 1, 2, 4, 7, 8, 12 ഈ ഭാവങ്ങളിലാണെങ്കിൽ അവയ്ക്ക് 2 ജാതകങ്ങളിലും തുല്യ ഫലമുണ്ടായിരിക്കണം. സ്ത്രീ ജാതകത്തിൽ 7ലോ 8ലോ നിൽക്കുന്ന പാപന് പുരുഷ ജാതകത്തിൽ 7 നിൽക്കുന്ന പാപൻ മാത്രമേ പരിഹാരമാവുകയുള്ളൂ. വ്യയധന ഹിബുക സ്ഥാനങ്ങളിലെ, അതായത് 12, 2, 4 പാപന്മാർക്ക് പരിഹാരമായി 2 ജാതകങ്ങളിലും 12, 2, 4 സ്ഥാനങ്ങളിൽ പാപന്മാരുണ്ടായിരിക്കണം. സാധാരണയായി ലഗ്നാൽ 1, ചന്ദ്രാൽ അര, ശുക്രാൽ 4 എന്ന ക്രമത്തിൽ മൂല്യങ്ങൾ കൊടുക്കുന്നു. 2 ജാതകങ്ങളിലും പാപന്മാർ തുല്യരാകുന്നത് ഏറ്റവും നല്ലതാണ്. പുരുഷ ജാതകത്തിൽ പാപത്വം അല്പം, അതായത് 1 മൂല്യം വരെ കൂടുന്നതും യോജിപ്പിക്കാവുന്നതാണ്. പുരുഷനേക്കാൾ സ്ത്രീ ജാതകത്തിൽ പാപത്വം ഒരിക്കലും കൂടരുത്. വ്യാഴയോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ പാപത്വം കുറയുന്നു. കുജൻ ലഗ്നാധിപനായാൽ കുജദോഷം ഇല്ല. പാപസാമ്യത്തിന് നോക്കുന്ന ഭാവങ്ങളിലെല്ലാം, അതായത് 12, 1, 2, 4, 7, 8 കുജൻ ദോഷകാരകനാകുന്നു. കുജൻ 7ാം ഭാവാധിപനായ അഷ്ടമത്തിൽ നിന്നാൽ കുജദോഷം പറയരുത്. അഷ്ടമത്തിൽ കുജൻ നിൽക്കുമ്പോൾ 9ൽ ശുഭഗ്രഹമുണ്ടെങ്കിൽ കുജദോഷം പറയരുത്. ഗുരുദൃഷ്ടിയുള്ള കുജന് ദോഷം പറയരുത്. ലഗ്നാധിപനായ കുജൻ അഷ്ടമത്തിൽ സ്ത്രീ ജാതകത്തിൽ നിന്നാൽ ദോഷം പറയരുത്. ഭാവം നോക്കി അഷ്ടമത്തിലെ സ്ഥിതി സ്ഥിരീകരിക്കണം. 2 ജാതകങ്ങളിലും അഷ്ടമത്തിലെ കുജൻ ദോഷമാണ്. ഇതാണ് പാപസാമ്യം എന്ന് പറഞ്ഞാൽ
കൺസെപ്റ്റ്. സാധാരണ നമ്മൾ ജ്യോതിഷികളുടെ അടുത്ത് പോകുമ്പോൾ അവർ എന്താ പറയുക, പഞ്ചാംഗം നോക്കി നക്ഷത്രപ്പൊരുത്തം മാത്രം നോക്കിയാൽ വിടുക. അവർ പലപ്പോഴും പാപസ്വാമ്യം വിട്ടുകളയും, ദശാസന്ധിയും വിട്ടുകളയും. അതൊക്കെയാണ് ഈ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരുന്നത്. അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പിന്നീട് ഇങ്ങനെ ചോദിക്കുമല്ലോ, ഭാര്യ ഭർത്ത പ്രശ്നങ്ങൾ പറയുമല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, നിങ്ങൾ ജാതകം നോക്കിയില്ലേ? ഓ ജാതകം നോക്കി, ജ്യോത്സ്യം പറഞ്ഞ് 8 പൊരുത്തുണ്ടെന്ന് പറഞ്ഞതാണ് എന്ന് പറയും. ആ അതെ, പക്ഷേ സംഗതി ഡൈവോഴ്സിൻ്റെ വക്കി നിൽക്കുക, കേസും കൊടുത്ത് നിൽക്കുക. സംഭവം ഇതാണ്, ഇത് നോക്കുന്നില്ല. കൃത്യം ദശാസന്ധി വരുമ്പോൾ ഇവർ വിരിയും. ദശാസന്ധി ഉള്ള ആ ടൈം വരുമ്പോൾ സെപ്പറേഷൻ ഉറപ്പാണ്. ഇത് വരക്കണ്ടേ? അല്ല, ആദ്യം ഇത് എഴുതി കൊടുക്കും. 1, 2, 4, 7, 8, 12 പാവഗ്രഹങ്ങൾ ചൊവ്വ, സൂര്യൻ, ശനി, രാഹു ഒന്നും എഴുതി കൊടുക്കും. നമ്മൾ നോക്കേണ്ട പൊസിഷൻസ് അല്ലേ? 1, 2, 4, 7, 8, 12 ഈ ഇത്രയും പൊസിഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ആരെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? രവി, കുജൻ, മന്ദൻ, രാഹു. കേതുവിന് എടുക്കുന്നില്ല കേട്ടോ. ഇത്രയും പേരാണ് പാപന്മാരായിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ 1, 2, 4, 7, 8, 12 ഈ ഭാവങ്ങളിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾ സൂര്യൻ, ചൊവ്വ, ശനി, രാഹു ഇവർ നിന്ന് കഴിഞ്ഞാൽ അതൊരു പാപജാതകമാണ്. പിന്നെ ലഗ്നം 1 എന്ന് പറഞ്ഞാൽ ലഗ്നം എടുക്കാം, 1 തന്നെ ചന്ദ്രൻ എടുക്കാം, 1 തന്നെ ശുക്രൻ എടുക്കാം. 1 ലഗ്നം എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 പോയിന്റ് കൊടുക്കും. ചന്ദ്രനെ ലഗ്നമാക്കി എടുക്കുകയാണെങ്കിൽ 1/2 പോയിന്റ് കൊടുക്കും. ശുക്രനെ ഒരു ലഗ്നമാക്കി എടുക്കുകയാണെങ്കിൽ 1/4 പോയിന്റ്. അത് നമുക്ക് പിന്നീട് പറയാം. ആദ്യം നമ്മൾ ഇതാണ് ലഗ്നം ഒന്നായി എടുക്കുകയാണെങ്കിൽ ലഗ്നാൽ 1, ചന്ദ്രാൽ അര, ശുക്രാൽ 4. ഇത് ഒരെണ്ണം വരച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. പേര് നോക്കണ്ട, പേര് നോക്കുന്നില്ല. ഇത് പുരുഷന് സ്ത്രീ അല്ലേ? സ്ത്രീയുടെ ഞാൻ അറ്റത്ത് അവിടെ ക്ലോസായിട്ട് വരയ്ക്കുന്നത്, അവിടെ ചേർത്ത് വരയ്ക്കണം. ഇവിടെ ചേർത്ത് വരയ്ക്കണം. സ്ഥലമില്ലല്ലോ. ഓക്കെ. അധികം വിസ്തരിച്ചാൽ ഇവിടെ നമുക്ക് സ്ഥലമുണ്ട്. നോട്ട് ചെയ്തെടുക്കുക. ഈ ആകുമ്പോൾ നോട്ട് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നെങ്കിൽ ഇവിടെ വേറെ ഉണ്ടല്ലോ. അല്ല, ചെറുതായി പോയി. അവിടെ വേറെ എടുക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ഓക്കെ. എടുത്തോ എടുത്തോ വായിച്ചോ വായിച്ചിട്ടോ. ഓക്കെ. ഇത് പുരുഷന്റെ ജാതകമാണേ. ഇനി കൂടെ സാറേ, ഇത് സ്ത്രീയുടെ ജാതകം കേട്ടോ. ഇത് ലഗ്നം മന്ദൻ, സർപ്പി, ചന്ദ്രൻ, ഗുരു, ശുക്രൻ, ശനി, രവി, ബുധൻ, ചന്ദ്രൻ, ഗുരു. പാപസാമ്യത്തെ പറ്റിയല്ലേ പറയണേ? എല്ലാം ഞാൻ 2 ജാതകം തമ്മിൽ ചേരുമോ നോക്കണം. പാപസ്വാമി നമ്മൾ പഠിക്കണ്ടേ? ഇപ്പൊ നക്ഷത്രപുരത്തും പഠിച്ചു. പാപസ്വാമി 2 ഗ്രഹങ്ങളിലെല്ലാം എന്താണ് ശിഷ്ടദശയും കൂടെ കഴിയാടിയില്ല. ഇതിനകത്തുണ്ടോ വ്യത്യാസം ഉണ്ടാവില്ല. ദശാസന്ധി പറയാനല്ലേ? അല്ലാതെ ഏത് നക്ഷത്രം ഏത് പറയട്ടെ, തീർച്ചയായിട്ടും ചന്ദ്രനെ കാണുമ്പോൾ പറയുമല്ലോ. ഞാൻ
അതെ. കുരുന്നിൻ്റെ ചിട്ടദശ 0 വർഷം 2 മാസം 5 വർഷം. സാറേ 0 വർഷം ഗർഭശിഷ്ടദശ 0 വർഷം ആ 2 മാസം ആ 9 ദിവസം. സ്ത്രീ ശുക്രൻ. അത് ഈ പുരുഷന്റെ ആരുടെ ആയിരുന്നു ദശ സാറേ? ആരുടെ ദശയായിരുന്നു? അത് ഞാൻ പറയാം. ആ ആ ആ സ്ത്രീയുടെ ശുക്രൻ 7 വർഷം 7 വർഷം 12 7 12 ഒരു അങ്ങനെയല്ല 2 വർഷം 1 മാസം 10 ദിവസം. 2 വർഷം 1 മാസം 10 ദിവസം. മറ്റേ 0 വർഷം 2 മാസം 9 ദിവസം. സ്ത്രീയുടേത് ശുക്രൻ്റെ ആണ്. പുരുഷൻ്റെത് രവി. ഏതാ നക്ഷത്രം എന്ന് പറയാം? പറഞ്ഞോളൂ. ആരുടെ? പുരുഷൻ്റെത് കാർത്തിക. എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ്? കാർത്തിക പറഞ്ഞ എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മൾ ഇന്ന ദശയിൽ ജനിക്കുന്ന സമയത്ത് ഇന്ന നക്ഷത്രമാണെങ്കിൽ ഇന്ന് ഇതിലേ ജനിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കാർത്തിക എന്ന് പറയുന്നത് എവിടെയാണ്? പുരുഷൻ്റെ ഇടവക്കൂറാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? കാർത്തിക അങ്ങനെ പറയുന്നത്. കാർത്തിക രോഹിണി ഭഗീരഥിലല്ല, ഇടത്തിൽ. കാർത്തിക രോഹിണി ഭഗീരഥിലല്ല. അപ്പോൾ കാർത്തികയാണെങ്കിൽ സൂര്യദശ വരും. അതാ ഞാൻ ആലോചിക്കുന്നത്. തെറ്റല്ലേ അവിടെ അതാണ് രവീന്നാണ് രവീന്നാണ് പറഞ്ഞത്. അതാ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. രവീന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതാണ് ശുക്രൻ. അത് ശുക്രൻ. അത് മാറിപ്പോയി. ഇത് ശുക്രനല്ലല്ലോ. അത് ശുക്രൻ വരില്ല സാറേ. ചിട്ടദശ ഗുരു അതാണ്. കണ്ണിന്റെ ആ ഇപ്പൊ ശരി. ഇപ്പൊ പറയും. സ്ത്രീയുടേത് അല്ല പുരുഷൻ്റെത് ഇടവക്കൂറാണ്. ചന്ദ്രൻ നിൽക്കുന്നത് ഇടവരാശിയിലാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? കാർത്തിക, രോഹിണി, ഭഗീരഥിലാണ്. കാർത്തികയാണെങ്കിൽ ചിട്ടദശ സൂര്യൻ വരും. രോഹിണിയാണെങ്കിൽ ചിട്ടദശ ചന്ദ്രൻ വരും. ഭഗീരമാണെങ്കിൽ ചിട്ടദശ ചൊവ്വ വരും. ശരിയാണോ? ഒന്ന് പറഞ്ഞോളൂ. ഒന്ന് പറഞ്ഞോളൂ. ഇത് പറഞ്ഞോളൂ. ഇതോ? പിന്നെ ഇതിലേത് വരും? ഗുരുവാണ്. ഇവിടെ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഉള്ളത്? ഇവിടെ ഏതൊക്കെയാ? പൂരിട്ടാതി, ഉത്രട്ടാതി, പൂരിട്ടാതി ആരുടെ ദശയാ? ഗുരുവിന്റെ ദശയാണ്. അതുകൊണ്ടാണ് ഇവിടെ പൂരിട്ടാതി വന്നത്. ഉത്രട്ടാതി ആയിരുന്നെങ്കിലോ? ശരി. രേവതി ആയിരുന്നെങ്കിലോ? ശരി. അപ്പൊ എല്ലാവരും പഠിച്ചു. ഇതെല്ലാവരും പഠിക്കണം. നിർബന്ധമായിട്ടുള്ള കാര്യം. ചിട്ടദശ നക്ഷത്രം ഏതാണെന്ന് പറയണം. ഇനി പൊരുത്തം നോക്കാൻ ആദ്യം നമുക്ക് സ്ത്രീയുടെ നോക്കാം. സ്ത്രീക്ക് പറ്റുന്നതാണല്ലോ നമ്മൾ നോക്കുന്നത്. സ്ത്രീയുടെ പാവന നോക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ. നമ്മൾ പറഞ്ഞു ലഗ്നാലാണേ. ഒരു മിനിറ്റ്. ഏതൊക്കെയാ പൊസിഷൻ? 1 2 4 7 8 12 ആണല്ലോ. സംശയമില്ല. ഇനി സ്ത്രീയുടെ ഇതെടുത്തു. ലഗ്നാൽ പാപൻ 1 വല്ല പാപനുണ്ടോ? 2 3 4 ആരൊക്കെയുണ്ട്? കുജനും രവിയും ഉണ്ട് അല്ലേ? കുജനും ഉണ്ട്, രവിയുണ്ട്, കുജനുണ്ട്, പിന്നെ ശുക്രനും ബുധനുണ്ട്. അതിന് കുഴപ്പമില്ല. രവിയും കുജനും 4 2 ഭാഗമുണ്ട്. 5 6 7 8 5-ലെന്താ? 7 8 ഇല്ല. 9 10 11 12 ആര്?
ഓക്കെ. അപ്പൊ ലഗ്നാല് നമ്മൾ എത്ര പോയിന്റാ കൊടുക്കണേ? അത് തന്നെ, അതായത് ഒന്നല്ലേ ഒരു പോയിന്റ് അല്ലേ കൊടുക്കണം, ഒരു പാവന് ഒരു മൂല്യം. 1, 2, 3 3 പാവന്മാരല്ലേ? 3 കിട്ടി, ശരിയല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഏതാ എടുക്കണത്? ചന്ദ്രാലാണോ? ചന്ദ്രാല ഒന്നിലോ വല്ലതും ഉണ്ടോ? 2, 3 3 എടുക്കണ്ട, 3 എടുക്കണ്ട. 4ലോ? അതെടുക്കണോ വേണ്ടയോ? വേണ്ട, ഓൾറെഡി ഇവിടെ എടുത്തു. ഓൾറെഡി ഒരു അടി കൊടുത്തു, പിന്നെ ഒരു അടി കൂടി കൊടുക്കണോ? ഓക്കെ. നമ്മൾ ലഗ്നാല് ശനിയെ നമ്മൾ എടുത്തു, പിന്നെ ചന്ദ്രനാല് ശനിയെ എടുക്കേണ്ട കാര്യം അത് ഒന്ന് ഉറപ്പിക്കണം. അത് തന്നെ, ഒരിക്കൽ ലഗ്നാല് വന്ന ഭാവന വീണ്ടും ചന്ദ്രൻ എടുക്കേണ്ട കാര്യമില്ല, ശുക്രനിൽ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ലഗ്നവും ചന്ദ്രനും ശുക്രനും ഒന്നിച്ചൊരു ജാതകത്തിൽ വെക്കുകയാണെങ്കിൽ 3 എടുക്കുമോ? ഇല്ല, 1 എടുക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയത്. അതുകൊണ്ടാണ് സംശയം മാറ്റാൻ ഇങ്ങനെ എഴുതിയത്. അപ്പൊ 4 എടുക്കണ്ട, 5 എടുക്കണം അഭിപ്രായം പറഞ്ഞോ. എന്തുകൊണ്ട് 4 എന്താണ് കമ്പ്യൂട്ടർ സാർ ഇവിടുത്തെ കാര്യം നോക്കും. കമ്പ്യൂട്ടറിൽ വിടും. ഇവിടുത്തെ നമ്മൾ കമ്പ്യൂട്ടറിലല്ല, കമ്പ്യൂട്ടർ സാർ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നേരെ പെണ്ണെടുക്കുന്നില്ലേ, എഴുതുന്ന ആരാ? കമ്പ്യൂട്ടറാണോ? അല്ല. അതേപോലെ എഴുതുന്ന ആളെ നോക്കിയാണ് കമ്പ്യൂട്ടർ നോക്കി. കമ്പ്യൂട്ടർ അതെങ്ങനെ സാർ എടുക്കുക? കാരണം ഇപ്പോൾ ഒരു ജാതകത്തിൽ ലഗ്നവും ചന്ദ്രനും ശുക്രനും ഒന്നിച്ച് നിൽക്കുകയാണ്. സാറ് ലഗ്നാലും എടുത്ത് ചന്ദ്രനും എടുത്ത് ശുക്രനും എടുക്കുമോ? അങ്ങനെ ഏത് കണ്ടീഷനിലും 3 ആയിട്ട് എടുക്കുള്ളൂ. ചന്ദ്രനുണ്ടെങ്കിൽ ചന്ദ്രനിലെ ലഗ്നാലിന്റെ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ ലഗ്നാലെടുത്ത് ചന്ദ്രനോ ശുക്രനോ പിന്നെ എടുക്കൂല. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ശരി, ചന്ദ്രാല് 4 അപ്പൊ എടുക്കൂല. 5, 6, 7 ഉണ്ടോ ആരെങ്കിലും? ഇല്ല. 8 ആരൊക്കെ ഉണ്ട്? ഞാനില്ലാതെ അതുകൊണ്ട് എടുക്കൂല. ശരി, 8 എടുക്കൂല. 9 വേണ്ട. 10, 11, 12. 12 ഗുരുവാണ്, വേണ്ടല്ലോ, എടുക്കല്ലോ. ഇനി അടുത്ത നമുക്ക് നോക്കാൻ പറ്റുന്നത് പ്രശ്നം തീർന്നിട്ടില്ലേ? എന്താ സാറേ എടുക്കണമെന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം എടുത്തില്ലേ? സാർ സിസ്റ്റത്തിന് സാർ വിടുന്നു. സാർ സിസ്റ്റം ഉപയോഗിക്കണ്ടോ? അല്ല, ചെറിയ വിവരമാണെന്താണ് നമ്മൾ വലിയ വിവരമാക്കട്ടെ. ചെറിയ വിവരം ഒക്കെ അത്യാവശ്യമാണ്, എന്നാലേ വലിയ വിവരമുള്ളൂ. കാരണം ഇത് ഒരു കാരണവശാലും ഒരു പ്രാവശ്യം എടുത്താൽ ചന്ദ്രാലോ ശുക്രാലോ എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ കണക്ക് കുഴപ്പമോ ഇത് നമ്മുടെ കൺട്രോളിൽ നിൽക്കൂലല്ലോ. സാറേ നമ്മളെ ഏതെങ്കിലും ഒരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം ആണ് ഇപ്പൊ സാറ് പറയുന്ന സിസ്റ്റം തെറ്റാണെന്ന് പറയുന്നില്ല. ഇതിന്റെ ടോട്ടൽ മൂല്യം കണക്കാക്കുന്ന രീതിയുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ മൂല്യം കണക്കാക്കിയിട്ട് അത് ഡിവിഷനൊക്കെ നടത്തിയിട്ട് കാൽക്കുലേഷൻ നടത്തുന്ന സിസ്റ്റം ഉണ്ട്. അതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഇത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇപ്പം കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് അത് കണക്കാക്കിയെന്ന് സാറിന് അറിയില്ല, നമുക്കറിയില്ല, എനിക്കും അറിയില്ല, സാറിനും അറിയില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് സാർ പറഞ്ഞു തരുന്നുണ്ട്. ആയിക്കോട്ടെ, ഇപ്പം നമ്മള് ഈ രീതിയിലാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് പഠിച്ചു പോകാം. ഇത് പഠിച്ചു പോയിട്ട് ഇതിനെങ്ങനെ ആ സിസ്റ്റത്തിൽ എങ്ങനെ അതിന് എന്താ പറയാ അതിനെ ന്യായീകരിക്കുന്നു സാർ നോക്കുക. എങ്ങനെയാണ് ഇത് തമ്മിലുള്ള കണക്ഷൻ എന്ന് സാർ നോക്കുക. കാരണം സാറിന്റെ കയ്യിലുള്ള ആപ്പ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ലല്ലോ. അല്ല, നമ്മളിപ്പോ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ പൊരുത്തം നോക്കാൻ ഒരുപാട് മെത്തേഡിൽ പല ജ്യോത്സ്യന്മാരും പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്, അത് ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞാൽ പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ സാറിന് പല മെത്തേഡുണ്ട്, ഇദ്ദേഹത്തിന് വേറെ മെത്തേഡുണ്ട്, ഇദ്ദേഹത്തിന് വേറെ. പക്ഷേ ഈ ക്ലാസ്സിലൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് സാർ ഏത് മെത്തേഡിൽ ചെയ്തതിനും വിരോധമില്ല. പക്ഷെ ഇത് ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് പഠിച്ചാൽ ഏത് സിസ്റ്റം നോക്കിയാലും കുഴപ്പമില്ല. നമ്മുടെ എല്ലാം വളരെ ക്ലാരിറ്റി ഉള്ള, എനിക്ക് ബോധ്യമുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബോധ്യമില്ലെങ്കിൽ പഠിപ്പിക്കില്ല.
ഇനി ശുക്രാല് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ശുക്രാലൊന്ന് നോക്കിയേ. ശുക്രൻ എവിടെ? ശുക്രൻ ഇവിടെ വെക്കണം. ശുക്രന്റെ 1 പാപനുണ്ട്, പക്ഷെ നമ്മൾ എടുക്കുവോ? 2 എടുക്കുമല്ലോ. അപ്പൊ 2 ആരാ നിൽക്കണേ? സർപ്പി. ഇനി 3, 4 5, 6, 7 8, 9, 10, 11. ശിഖിനെ നമ്മൾ എടുക്കുകയില്ല. സത്യത്തിൽ ശിഖിനെ പാവനായിട്ട് പോലും എടുക്കൂല. മോക്ഷത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലാനറ്റാണ് ശിഖി. അതല്ല സാറേ, ഞാൻ വേറൊരു ഇച്ചിരി കെട്ടി പറഞ്ഞതാ. സാറേ, രാഹുവിനെ ശിഖിനെ 2 പേരെയും കൊണ്ട് എടുക്കണ്ട, ഒരാളെടുത്താൽ മതി. മനസ്സിലായില്ലേ? ഒരാൾ. ഇവര് 2 പേരും അങ്ങനെ ആണല്ലോ. ശിഖി ആരുടെ കൂടെ ചേർന്ന് നിന്നാൽ, ശിഖി ചൊവ്വയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത് ശിഖിനെ പാപിയായിട്ട് എടുക്കില്ല. അവിടെ പാപം കൂടുതലുണ്ടെന്ന് നമ്മുടെ മനസ്സിൽ വെക്കും. അതുപോലുള്ള ടിപ്സ് ആണ് വരേണ്ടത്. കാര്യം ഞാൻ എന്തെങ്കിലും പറയുന്നത് ടിപ്സ് ഇതുപോലെ വരാൻ വേണ്ടിയിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുന്നതിന് യാതൊരു തെറ്റില്ല. ചർച്ച ചെയ്താലേ നമ്മൾ കൂടുതൽ പഠിക്കുള്ളൂ. ഞാൻ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഒരു ചർച്ചയിൽ നമുക്ക് ഇനി പഠിക്കാൻ പറ്റും. ഞാൻ പണ്ട് പഠിക്കാത്ത കാര്യങ്ങൾ പുതിയ ചർച്ചയിൽ നമുക്ക് ചർച്ച എപ്പോഴും നല്ലതാണ്. പക്ഷേ ചർച്ച എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മെത്തേഡല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് വേറൊരു മെത്തേഡാണെന്ന് പറഞ്ഞു. ശുക്രാല് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഒന്നുമില്ല കേട്ടോ. ശുക്രാലാണെങ്കിൽ നമ്മൾ എത്ര മൂല്യം കൊടുക്കണേ? 4. അപ്പൊ ടോട്ടൽ എത്രയായി? ഇത് മനസ്സിലായി. ഇത് ഉറപ്പായോ? ഇത് സംശയമുള്ളവരാരെങ്കിലും ഉണ്ടോ? സംശയമുള്ളവർ കൈപോക്ക്. അതെ, സംശയമുള്ളവര് ഒന്ന് കൈപോക്ക്. സംശയമുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും ഉണ്ടോ സംശയം? അല്ല, എന്താ പറയുക, ഒരു മെത്തേഡ് പഠിച്ചാൽ അത് പഠിച്ചാൽ നമുക്ക് ഏത് വേണമെങ്കിൽ നോക്കാൻ പറ്റും. ഇല്ലേ? ഏത് പൊരുത്തം വേണമെങ്കിൽ നോക്കാം. ഇവിടെ ചോദിച്ചോ? ഉറപ്പായിട്ടും ചന്ദ്രനിൽ 0. ചന്ദ്രനിൽ 1 നോക്കുകയാണെങ്കിൽ ഉണ്ടോ പാവുണ്ടെന്നോ യാതൊരു. ചന്ദ്രൻ നിൽക്കുന്ന രാശി മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. ഇല്ലേ? മീനത്ത് ചന്ദ്രന്റെ കൂടെ ഇല്ല, 2 4 ശനിയുണ്ട്. പക്ഷെ ശനിയെ നമ്മൾ നേരത്തെ ലഗ്നാൽ ഓൾറെഡി ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞു. ലഗ്നാൽ അല്ല, ശനി എടുത്തില്ലേ? 12 ശനി എടുത്തില്ലേ? പിന്നെ ശനിയെ എടുക്കില്ല. അവിടെയാണ് ഞങ്ങൾ തമ്മിൽ ചർച്ച നടന്നത്. ഇല്ലേ? അല്ല സാറേ, ചർച്ച സാറിന് കുറ്റമല്ല വേണ്ടത്. നമ്മൾ ചർച്ച നടന്നാലേ കാര്യങ്ങൾ ഭംഗിയാവുള്ളൂ. ചർച്ച വേണം. പക്ഷെ ആ ഒരു മെത്തേഡ് വേറൊരു മെത്തേഡ് അഡാപ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലാതെ കുഴപ്പമില്ല. ചർച്ച ആൾക്കാർ ഇപ്പോൾ ഇത് മനസ്സിലായോ? ഇവിടെ മനസ്സിലായോ? നമ്മൾ ലഗ്നാല് ശനിയെ നമ്മൾ എടുത്തു, 12 ശനി ഉണ്ടെന്ന് എടുത്തു. പിന്നെ ചന്ദ്രനെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. 4 ശനി എന്തിനാ? ഓൾറെഡി നമ്മൾ ലഗ്നാല് 12 ശനി എടുത്തു. പിന്നെ ചന്ദ്രന് 4 ശനി വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. ശനിയുടെ ഒരു പ്രാവശ്യം നമ്മൾ എടുത്തു. പിന്നെ എന്തിനാ എടുക്കുന്നത്? അവിടെയാണ് നമ്മളിപ്പോൾ ഈ തർക്കങ്ങൾ പോലും നടന്ന അവിടെയാണ്. അപ്പൊ അതാ ഓക്കെ അല്ല? സ്ത്രീ ജാതകത്തിൽ സ്ത്രീയുടെ 3.4 പാകമുണ്ടെന്ന് ഉറപ്പായി. എഴുതി ഇനി പുരുഷന്റെ പറയാം. എഴുതണേ. എഴുതിയെടുക്കണം. ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതണം. നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ല. ആ നക്ഷത്രപ്പൊരുത്ത് മുഴുവൻ നമുക്ക് ഏതിൽ നിന്ന് കിട്ടും? പഞ്ചാംഗത്തിൽ നിന്ന് കിട്ടും. ഈ സാധനമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതും ദശാസന്ധി അല്ല പറയാം. ഒരുപാട് മെത്തേഡുകളുണ്ടല്ലോ. പക്ഷെ നമ്മൾക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് പ്രയോജനപ്പെടുന്നത് നമ്മൾ വരുന്ന ആൾക്കാർക്ക് പ്രയോജനം ചെയ്ത മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, അവർക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരാം. വളരെ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഫോളോ ചെയ്യും. കമ്പ്യൂട്ടർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഈ സാറ് കൊണ്ടുവരുന്ന ഗ്രഹനില ശരിയാണോ തെറ്റാണോ, ഒരു കസ്റ്റമർ കൊണ്ടുവരുന്ന ഗ്രഹനില ശരിയാണോ തെറ്റാണോ ക്രോസ് ചെക്ക് ചെയ്യാനാണ് നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അല്ല, കമ്പ്യൂട്ടറല്ല പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഒരാൾ പ്രത്യേകിച്ച് ബ്രോക്കർമാരാണ് കല്യാണത്തിന് ഇത് കൊടുക്കുന്നത്. ബ്രോക്കറിൻ്റെ ഈ കല്യാണം നടക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ജാതകം കൊണ്ടുവരും. പണ്ടൊക്കെ കാലത്ത് ഇപ്പോഴും നടക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളത് കൊണ്ടുവരുന്ന അതേപടി വിഴുങ്ങൂല. നമ്മളിതിനകത്തിട്ട് പുസ്തകത്തിലിട്ട് നോക്കിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യമുണ്ട്. മെയ് ജൂണിൽ ജനിച്ച ജാതകം മിക്കവാറും സ്കൂൾ അഡ്മിഷന് വേണ്ടി കൊടുത്തായിരിക്കും. ആ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് യോജിച്ച് വരില്ല. നക്ഷത്രം ഉണ്ടാവില്ല. സാർ ഒരു മിനിറ്റ്, നക്ഷത്രം ഒന്ന് പറയാം. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൈവിട്ട് നക്ഷത്രം വേറെ വരികയാണെങ്കിൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്. ആ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് ചെക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഞാൻ യൂസ് ചെയ്യും ഓൺലി ആസ് എ ടൂൾ. ഈ കൊണ്ടുവരുന്ന ആൾ അതൊരു ബ്രോക്കറിന് കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ ബ്യൂറോന്ന് കിട്ടിയായിരിക്കാം, ശരിയാവണമെന്നില്ല.
ബ്യൂറോയിലിരിക്കുന്ന മുഴുവൻ ഈ ഡാറ്റ എൻട്രി കുട്ടികളായിരിക്കും. അത് കൊടുത്ത ഡാറ്റ വെച്ച് അവർ ചെയ്യുന്നു, ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യാണ്. ഇപ്പം ആരാ ജാതകം നോക്കിയുള്ളൂ, എവിടുന്നാണ് കൊണ്ടത്, ഏത് ബ്രോക്കറാണ് കൊണ്ടതെന്നാണ് ചോദിക്കുന്നില്ല. ആരാ ജാതകം നോക്കിയത്, അതിൻ്റെ കുറ്റമായിരിക്ക കൊണ്ടുവരുന്നാണ് കൊണ്ടുവന്ന് അതേപടി വെളിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് റെസ്പോൺസിബിൾ. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നാളെ നമുക്ക് പ്രശ്നങ്ങൾ വരും, അത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നു. ശരിയാണ്, പറയുന്നത് ശരിയാട്ടോ. ഈ പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതുകൊണ്ട് ഈ ഏപ്രിലിന്റെ ആ ഒരു മെയ്യുടെ ആ ഒരു പ്രശ്നം കുറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടതല്ല ഉണ്ടാവാന്ന് പറഞ്ഞതല്ലേ, ഉണ്ടാക്കുന്നതല്ല പറയും, ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് നമ്മൾ ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇനി പുരുഷന്റെ നോക്കാം കേട്ടോ. സ്ത്രീയുടെ നമ്മൾ നോക്കിയേ, ഇത് നമ്മൾ നോക്കിട്ടാ. ഇപ്പൊ ഇതാണ് നോക്കണം കേട്ടോ. ഇതിന്റെ ലഗ്നം, ആ ലഗ്നം എവിടെ നിൽക്കണം? ലഗ്നം ഇതല്ലേ ലഗ്നം? ഓക്കെ, ലഗ്നം എണ്ണി തുടങ്ങി. 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? അപ്പൊ എത്ര പോയിന്റ് വന്നു ഇവിടെ? ഇനി നോക്കേണ്ടത് ചന്ദ്രാലല്ലേ? ചന്ദ്രാല് 1 2 3 4 5 6 7 7 ആരുണ്ട്? 8 9 10 11 12 12 ശരി. ഇനി ആരാ ഉള്ളത്? ശുക്രൻ. 1 2 രവി എടുത്തതല്ലേ നമ്മള്? 3 4 5 6 7 മന്ത്രം ഇതെടുത്തതല്ലേ? 8 എടുത്തതല്ലേ? സർപ്പി എടുത്തതല്ലേ? സർപ്പി എടുത്തു. 9 10 11 12 അല്ല 12. കുഴപ്പമില്ലല്ലോ, ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പം ചന്ദ്രാലാണെങ്കിൽ എത്രയാണ് മൂല്യം? അരയല്ലേ? ഈ അരയും കൂട്ടുമ്പോ 1 കിട്ടും അല്ലേ? ശുക്രാല് 1 ഇല്ലെന്നല്ലേ നമ്മൾ പറഞ്ഞല്ലേ? ഓക്കെ, ശുക്രാല് 0. അപ്പൊ എത്ര കിട്ടി? 3. അപ്പൊ സ്ത്രീയുടെ 3.4 പുരുഷന്റെ 3. നമ്മുടെ കണ്ടീഷനിൽ എന്താ പറഞ്ഞേക്കണേ? അതെ, തുല്യമോ പുരുഷന്റെ 1 വരെ കൂടുതലോ ആണെങ്കിൽ കുഴപ്പമില്ലെന്നാ പറഞ്ഞേക്കണത്. നക്ഷത്രപ്പൊരുത്തം അതിൽ എങ്ങനെയാ? അപ്പൊ പാപസാമ്യം ഉണ്ടോ ഇല്ലയോ? ഇല്ലല്ലോ സാറേ, അല്ലേ? പാപസാമ്യം നക്ഷത്രപ്പൊരുത്തം നോക്കാം. നക്ഷത്രപ്പൊരുത്തം നോക്കാം. രാശിപ്പൊരുത്തം സ്ത്രീയുടെ കൂറിന് പുരുഷന്റെ എത്രാമത്തെ രാശിയാണ്? സ്ത്രീയുടെ കൂറ് ഏതാ? സ്ത്രീയുടെ കൂറ് മീനം. പുരുഷന്റെ ഇത് വളരെ കൃത്യമായിട്ട് വളരെ രാശിപ്പൊരുത്തം ഇല്ല എന്ന് പറയാം. രാശിപ്പൊരുത്തം ഇല്ല, രാശിയില്ല, രാശിപ്പൊരുത്തില്ല അല്ലേ? എന്താ ഇല്ല എന്ന് പറയാൻ കാരണം? എന്താണ് രാശിപ്പൊരുത്തം ഇല്ല എന്ന് പറയാൻ കാരണം? സ്ത്രീയുടെ നിന്ന് 1 2 3 4 5 6 ആയിരിക്കരുത്. സ്ത്രീയുടെ കൂറിന് 3ാമത്തെ കൂറിലാണ് പുരുഷൻ നിൽക്കുന്നത്. നമ്മളത് 3ാം രാശി, 3ാം നാട്, 3ാം രാശി നമ്മൾ എടുക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീയുടെ നക്ഷത്രത്തിൽ സ്ത്രീയുടെ കൂറിന് 3ാമത്തെ കൂറിലാണ് പുരുഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് രാശിപ്പൊരുത്തം ഇല്ല എന്നാണ് പറയണത്. അഭിപ്രായത്തിൽ എന്താ പറയാം? പ്രശ്നമുണ്ടോ? ഇനി എന്താ? രാശിയാധിപതി ആരാ? 2 രാശിയുടെ അധിപതി ആരാ? സ്ത്രീയുടെ വ്യാഴവും പുരുഷന്റെ ശുക്രനും. മദ്യം എടുക്കാം. വശ്യമില്ല, മാഹേന്ദ്രമില്ല. വശ്യം മഹേന്ദ്രം ഇല്ല. വശ്യമില്ല, മാഹേന്ദ്രമില്ല. ഗണമോ? ഗണപ്പൊരുത്തം തൃപ്തികരം. എന്താ ഏതാ ഗണം? കാർത്തികയും പൂരുട്ടാതി. കാർത്തിക അസുരഗണമാണ്, പൂരുട്ടാതി മനുഷ്യഗണമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അസുരൻ മനുഷ്യഗണമാണ് ഒരു പഥ്യം ഉത്തമമല്ല. എന്നാൽ 2 പേരും ഏക ഗണമാണെങ്കിൽ ഉത്തമം. 2 പേരും പിന്നെ വ്യത്യസ്ത ഗണമാണെങ്കിൽ
പുരുഷനും അസുരനാണെങ്കിലോ അല്ലെങ്കിൽ പുരുഷനും ദേവനുമാണെങ്കിലോ നമുക്ക് മധ്യമത്തിലെടുക്കാം. അപ്പോൾ മധ്യമം എടുക്കാം. ഒരാൾ പുരുഷനാണ്, ഒരാൾ എന്താ ദേവാസുരം എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ കാര്യം പറയാം. ഇത് സ്ത്രീ പുരുഷനാണ്, മറ്റേ കാർത്തിക അസുരനാണ്. അതുകൊണ്ട് മധ്യമം അരപ്പൊരുത്തം കൊടുക്കും. ആരെ കൊടുത്തു? അത് കൊടുക്കും. എനിക്ക് എന്താ പിന്നെ ഗണപ്പൊരുത്തം, ഗണപ്പൊരുത്തം തൃപ്തികരം. എൻ്റെ യോനിപ്പൊരുത്തം ഇല്ല. ദിനപ്പൊരുത്തം ഉത്തമം. ദിനപ്പൊരുത്തം ഉണ്ട്. രജദോഷമില്ല, വേദദോഷമില്ല. രഞ്ജുമില്ല. ഇല്ല, വേദമില്ല. രജുവേദമില്ലല്ലോ, മധ്യപരിചയമില്ല. പൂരിട്ടാതെ എന്താണ് മധ്യ ഇതിൽ വരുന്ന നാളുകളല്ലല്ലോ. അതുകൊണ്ട് മധ്യ രജദോഷമില്ല. ഇതില്ലാത്തതുകൊണ്ടാണോ ഒന്നും കൊടുത്തത്? ഇപ്പോൾ പൊരുത്തമായിട്ട് എടുക്കാം. പൊരുത്തമായിട്ട് എടുത്തു. ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയും. 2, 3, 4, 5, 6, 7 ഒരെണ്ണം വിട്ടുപോയിണ്ടല്ലോ. രാശി പറഞ്ഞു. രാശി ദീർഘ കൊടുത്തിട്ടില്ല. സ്ത്രീ ദീർഘപ്പെടുത്തും ഇല്ല. ദീർഘപ്പുറത്തും ഇല്ല. അപ്പൊ 1, 2, 3, 4 പൊരുത്തം ആകെയുള്ളത്. നക്ഷത്ര പൊരുത്തം 4 എണ്ണം. 4 പൊരുത്തം. നക്ഷത്ര പൊരുത്തം ഇല്ല. കാരണം പ്രധാനമായിട്ട് വേണ്ട രാശി പൊരുത്താണ്. അതില്ല. ഇല്ല, ഇതില്ല. പിന്നെ വേണ്ടത് വശ്യം മാഹേന്ദ്ര ഗണം. അത് ഇല്ല. വശ്യഗണ മാഹേന്ദ്ര ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നാണ് സാറ് പറഞ്ഞത്. അതില്ല. പിന്നെ നിരപ്പൊരുത്തമുണ്ട്. രജദോഷമില്ല, വേദദോഷമില്ല. അപ്പോൾ 4 പൊരുത്തം. അപ്പൊ നക്ഷത്രപ്പൊരുത്തം മധ്യമത്തിൽ താഴെയാണ്. മധ്യമത്തിൽ താഴെയാണ്. നമ്മൾ പറഞ്ഞ 5 താഴെയാണ്. ഇത് താഴെയാണ്. പിന്നെ ഇവിടെ സ്ത്രീക്ക് പാപത്തെ കുറച്ച് കൂടുതലാണ്. പിന്നെ സ്ത്രീയുടെ എവിടെയൊക്കെയാണ് പാപം കൂടുതലായിട്ട് കാണുന്നതെന്ന് കൂടി നോക്കാൻ പറ്റും. പക്ഷെ കണക്ക് മാത്രമേ പറയുള്ളൂ. ഇവിടെ 7, 8 അത് നോക്കണ്ടേ. സ്ത്രീയുടെ ജാതകത്തിൽ ലഗ്നത്തിൻ്റെ 1, 2 ഇതൊന്നും കാര്യമുണ്ട്. ഇവിടെ കർക്കിടക ലഗ്നം 1, 2, 3, 4, 5, 6, 7, 8. ശരി. അപ്പോൾ ലഗ്നത്തിൻ്റെ 1, 2, 3 രവി നീചത്തിൽ, സൂര്യൻ 4, 4, 1, 2, 3, 4 കുജൻ, 4 ചൊവ്വയുണ്ട്. സൂര്യൻ നീചനായ സൂര്യനാണ് അല്ലേ? തുലാത്തിൽ സൂര്യൻ നീചനാണോ? സൂര്യൻ്റെ സ്വന്തം വീടേതാ? ചിങ്ങം. ഉച്ചക്ഷേത്രം മേടം, നീചക്ഷേത്രം തുലാം. അപ്പം ഈ ജാതകത്തിൽ 2ാം ഭാവാധിപനായ സൂര്യൻ അല്ലേ 4 നീചത്തിൽ പോയി നിൽക്കുന്നു. പിന്നെ 4 നിൽക്കുന്നത് പറഞ്ഞാൽ ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ ചൊവ്വ നേരത്തെ പറഞ്ഞ 4 നിൽക്കുന്ന സുഖസ്ഥാനം അല്ലേ? ഇനി പറഞ്ഞു ഞാൻ പറഞ്ഞ ശരിയാവില്ല. പിന്നെ ചന്ദ്രാലും 8 അല്ല, ഇത് പറഞ്ഞു സുഖസ്ഥാനത്ത് ഇത് പറഞ്ഞില്ലേ? സൂര്യൻ ആരാ? ശുക്രൻ്റെ ആരാ? ശുക്രൻ സ്വക്ഷേത്രമാണ്. സൂര്യൻ ശത്രുവാണ്, നീചനാണ്. അവിടെ ചൊവ്വയാണ്. അപ്പോൾ ഇങ്ങനെ സുഖ ജീവിതമാണോ? അല്ല. പിന്നെ ലഗ്നത്തിൻ്റെ അതിന് 4 കഴിഞ്ഞു 5. പിന്നെ 5-ൽ രാഹു. 5 തവണ ഏത് ഭാവമാണ് പറയുന്നത്? സന്താനഭാവം. പിന്നെ 5 എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സ്ഥാനമുണ്ട്, മനസ്സാണ് അല്ലേ? 5-ൽ രാഹു എന്താണോ എന്താ പറ്റിയ പറഞ്ഞ 5-ൽ രാഹു പറഞ്ഞത് മക്കളുടെ മുഖേനയുള്ള പ്രശ്നങ്ങൾ. പിന്നെ മനസ്സും ക്ലാരിറ്റി പറയും. പിന്നെ 4 സുഖസ്ഥാനത്ത് എല്ലാം പോയില്ലേ? സുഖമില്ലെങ്കിൽ തന്നെ ജീവിതം പോയില്ലേ? അപ്പോൾ 5-ൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പക്ഷേ ഇത് ഇപ്പൊ ആ കുട്ടിക്ക് ആപ്റ്റായിട്ടുള്ള വേറൊരു ജാതകം എങ്ങനെ ഇറക്കാൻ പറ്റുമോ? എന്താ ഈ കുട്ടിക്ക് ഇപ്പൊ ഇത് തന്നെയാണ് ഇത് വെച്ചിട്ട് കുട്ടിക്ക് കല്യാണം കഴിക്കണമല്ലോ. അപ്പൊ അതിന് കല്യാണം കഴിഞ്ഞ് കട്ടി കുട്ടികളെ കൊണ്ടാണോ? ഞാൻ ചോദിച്ചത് അപ്പൊ പക്ഷെ അതെങ്ങനെ കൂട്ടിച്ചേർക്കണം? അതുകൊണ്ടാണ് കൂട്ടിച്ചേർക്കുന്നത്. നമ്മൾ ഓരോ ഭാവങ്ങൾ കൂടി നോക്കിയിട്ട് വേണം ചെയ്യാന്നാണ് പറഞ്ഞത്.
അല്ലെ ഈ ജാതകം ചേരില്ല. ആ, ആ. അപ്പൊ ആ ജാതകത്തിലും ഇതുപോലെ 4 ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ചേർക്കാമോ? അതാണ് ചോദിച്ചത്. ആ ദോഷമായിട്ട് ചേർക്കാം. സെയിം ഒരു ദോഷത്തിനുള്ള പരിഹാരം വേറൊരു ദോഷമാണ് ചേർക്കാം. അവിടെ തന്നെ 4 തന്നെ വരണ്ടേ? അതിൽ തന്നെ വേണമെന്നില്ല, അവിടെ ശുഭദൃഷ്ടി ഉണ്ടായാലും മതി. അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ജനറൽ ആയിട്ടുള്ള പഠിച്ചിട്ട് ഡെപ്തിലേക്ക് പോവാം. സോ ഇത് ജനറലിലുള്ള കാര്യങ്ങൾ, മറ്റേ കുറച്ചുകൂടി ഡെപ്തിലാണ്. അപ്പോൾ അത് ജനറൽ പഠിച്ചിട്ട് നമുക്ക് ഡെപ്തിലേക്ക് ഈ നാലില് ഇതിലെ ഈ ശ്രീജാതകത്തില് നാലിലിരിക്കുന്ന കുജന് റിയലിലേക്ക് കുജന്റെ സ്വന്തം ഇതിലേക്ക് ദൃഷ്ടിയില്ല. അല്ല, അവരുടെ ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടല്ലോ സാറേ, നാലിലേക്ക്. കുജന് പാവനല്ലേ? ഗുരുവിന്റെ ദൃഷ്ടി. അപ്പൊ അത് കുറെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്യില്ലേ സാറേ? അവന്റെ ദൃഷ്ടി എന്തിനാ? ശുഭന്റെ ദൃഷ്ടിയല്ലേ? പ്രത്യേക ദൃഷ്ടി ഉണ്ടാവും. ഏ? ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടാവും. ഗുരുവിന്റെ 7, 8, 9 ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്. ഓക്കെ. അപ്പൊ കുറെയൊക്കെ ദിവസം മാറില്ല സാറേ. കുജന്റെ ദൃഷ്ടി 9-ലേക്കുണ്ടല്ലേ? ഗുരുവിന്റെ ഗുരു ജാതകത്തിൽ എവിടെയാക്കുന്നത്? ജാതകത്തിൽ ഗുരു എവിടെയാക്കുന്നത്? ലഗ്നത്തിന്റെ 6-ാം ഭാവം. അഷ്ടമത്തില്. ലഗ്നത്തിന്റെ എട്ടില്. ലഗ്നത്തിന്റെ 8-ലാണ്. അത് നല്ലതാണ്. അഷ്ടമത്തിൽ ശുഭഗ്രഹങ്ങൾ നല്ലതാണോ? എന്നാൽ സാർ, മറ്റേ സാർ നേരത്തെ പറഞ്ഞേ കുംഭം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കർക്കിടകമായി തന്നെയാണ്. ഉച്ചത് തുല്യമാണ്. അപ്പൊ അതിന്റെ അപ്പൊ ഈ ദൃഷ്ടി ലഗ്നത്തിന്റെ 9-ാം ഭാവാധിപനാണ് വ്യാഴം. 6ഉം 9ഉം ഭാവാധിപനാണ് ഇല്ലേ? അത് നേരെ പോയിട്ട് അഷ്ടമത്തിൽ ഭാഗ്യാധിപൻ പോയിട്ട് ഭാഗ്യത്തിന്റെ 12-ലേക്ക് വന്നു ഇല്ലേ? 9ാം ഭാവാധിപനാണ് ഗുരു. ലഗ്നാധിപൻ 9-ൽ പോയി ഇല്ലേ? ലഗ്നാധിപൻ ചന്ദ്രൻ പോയിട്ട് ഭാഗ്യസ്ഥാനത്ത് വന്നു ഇല്ല? നല്ലതല്ലേ? ആ നല്ല ഭാഗ്യമാണ്. നല്ല ഭർത്താവിനെ കൊണ്ട് നല്ല അനുഭവിച്ചൊരു സ്ത്രീയാണ്. അപ്പൊ ഈ ദോഷം അവിടെ കൊണ്ട് മാറി കിട്ടും. എന്താ നേരത്തെ ദോഷം അവിടെ കൊണ്ട് മാറി കിട്ടും ആ ജാതകത്തിൽ. ഇല്ല, ഇതിലേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സ്ത്രീ നോക്കാൻ ജീവിക്കുക, ഒരു കുഴപ്പമില്ല. അല്ലേ? ഒരു സത്യം സാറേ, നമ്മൾ ഈ പൊരുത്തം പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റേ ജാതകം അനലൈസ് ചെയ്യുക, രണ്ടും കൂടി നടക്കൂല. ആദ്യം പൊരുത്തം പഠിക്കുക. ഇത് പൊരുത്താണ് പഠിക്കുന്നത്, ജാതകം അനലൈസ് ചെയ്യുകയല്ല. അത് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്താലും നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ജാതകം അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു രംഗമുണ്ട്, അതിൽ നമുക്ക് ചെയ്യാം. അതിനൊന്നും ദശാസന്ധി കൂടി പറയട്ടെ സാറേ. ദശാസന്ധി കൂടി പറഞ്ഞു. ദശാസന്ധി കൂടി. അപ്പോൾ നക്ഷത്ര പൊരുത്തമില്ല, വളരെ കുറവാണ്. പിന്നെ സ്ത്രീക്ക് പാവത്വം കൂടുതലാണ്. ഇനി ദശാസന്ധി ദോഷം നോക്കണം. എല്ലാവരും വരച്ചോ? വരച്ചാണെങ്കിൽ നമ്മളിത് വായിക്കേണ്ടി വരും. നമുക്കിത് വായിക്കാം അല്ലേ? അത് വായിക്കാം. ഇത് വായിക്കട്ടെ, അതെല്ലാം എഴുതിയല്ലേ? എല്ലാവരും അത് മാത്രമല്ല, സ്ത്രീയുടെ ഡേറ്റ് കൊടുത്ത് എഴുതാം. ആ ഇതും വായിക്കട്ടെ. ഇത് ആവശ്യമില്ലല്ലോ ഇനി. അത് വേണ്ടല്ലോ. ഇത് സ്ത്രീയല്ലേ? സ്ത്രീയുടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ത്രീയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത് കൊടുത്തിട്ട് സ്ത്രീയുടെ 27 ഒക്ടോബർ 24. ഇപ്പൊ 74 എഴുതാം. സൈഡിൽ എഴുതുക, സ്പേസ് വേണ്ട. രണ്ട് ഇവിടെ എഴുതാം അല്ലേ? 1974 27 അല്ലേ? 27/10/1974. 74 കഴിക്കും. 1974 സ്ത്രീ 1974. പിന്നെ മാറ്റിക്കോ. ആയിരത്തി 1974 10-ാം മാസം 27-ാം തീയതിയാണ് ഇവർ ജനിച്ചത്. അതിന്റെ ശിഷ്ടദശ എഴുതി കയറ്റി. ഇതല്ലേ സ്ത്രീ? ഇഷ്ടദശ ഗുരു. 2 വർഷം 10 മാസം 10 ദിവസം. ഇതല്ലേ? അടുത്തടുത്ത് എഴുതിക്കോ. 2 വർഷം 1 മാസം 1 മാസം 10 ദിവസം. 10 ദിവസം. ഈ സ്ത്രീയുടെ ആണ് എഴുതുന്നത്. ഓക്കെ. സ്ത്രീയുടെ ഡേറ്റ് ഓഫ് ബർത്തും ശിഷ്ടദശ എഴുതിയിട്ട് ഇപ്പോഴേത് ദശാസന്ധി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം ഗുരുവിന്റെ ദശയിൽ ബാക്കി ഉണ്ടായിരുന്നത് 2 വർഷവും 1 മാസം 10 ദിവസവും. അപ്പൊ എത്ര കിട്ടും? 27 10 37 7 12 6 1976 12 07 വരെ
ഗുരുവായിരുന്നു. ഗുരു കഴിഞ്ഞ് അടുത്ത ദശ ഏതാ? ശരി. ശനിയുടെ എത്ര വർഷം? 19 വർഷം. 19 വർഷം. ഇപ്പൊ എത്ര കിട്ടും? 1995. ഇതുവരെ ശനി ദശയായിരുന്നു. ശനി കഴിഞ്ഞ ബുധൻ. ബുധൻ എത്ര വർഷം? 2012 അല്ലേ? ഇതുവരെ ബുധനായിരുന്നു. അത് കഴിഞ്ഞാലോ സിഗി അല്ലേ? എത്ര വർഷം? 7 വർഷം. അത് കഴിഞ്ഞാലോ എത്ര വർഷം? പോരെ 50 വയസ്സ്. ഇനി പുരുഷന്റെ നോക്കാം. ഒരു 50-60 വയസ്സ് വരെ നോക്കിയാൽ മതി കേട്ടോ ദശാസന്ധി. അത് കഴിഞ്ഞൊന്നും നോക്കണ്ട. 74 ജനിച്ച ആളല്ലേ? മറ്റേ നോക്കണ്ടേ? അല്ല ഇത് ഇനി പുരുഷൻ 1967 1967 ഡിസംബർ മാസം 15-ാം തീയതിയാണ് ജനിച്ചത്. ഇയാളുടെ ദശ രവി. ശിഷ്ടദശ രവി ആയിരുന്നു. എത്ര? 0 വർഷം 2 മാസം 9 ദിവസം. ഓക്കെ ഓക്കെ. അപ്പോൾ 1900 എത്ര? 15 9 24 12 രണ്ടും 2 അല്ലേ? 96. അല്ലേ? ശരിയല്ലേ? ഓക്കെ. രവി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദശ എത്ര വർഷം? 10 വർഷം. അടുത്തതോ? അടുത്ത ദശ ചൊവ്വ. എത്ര വർഷം? 7. ആരും പറഞ്ഞില്ല, ഒരാളെ പറഞ്ഞു. 1985. അടുത്തതോ? രാഹു. എത്ര വർഷം? 3. അതോ അത് കഴിഞ്ഞിട്ടോ എത്ര വർഷം? ആരും പറഞ്ഞില്ലല്ലോ. 16. 2019 2019. ശരി. അത് കഴിഞ്ഞാലോ? 2038. അവിടെ നിൽക്കട്ടെ. 2019 എന്താ സംഭവിച്ചത്? രണ്ടുപേരും നോക്ക്. എൻ്റെ രണ്ടാളുടെ 2019 എന്താ സംഭവിച്ചോ? ഒരാൾക്ക് 2019 ഡിസംബറിൽ 7 ഒരാളുടെ ഒരു ദശ മാറി. മൂന്നാമത്തെ ആളുടെ 2019 ഫെബ്രുവരി 24 ഒരു ദശ മാറി. സാറിൻ്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ കൂടെ കേട്ടോ. ഇതൊരു ദശാസന്ധി ആയിരുന്നു അല്ലേ? ദശാസന്ധിയായിരുന്നു. അതായത് 6 മാസമോ 2 മാസമോ 1 വർഷമോ എന്നൊക്കെ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞില്ലേ? എത്ര വ്യത്യാസമുണ്ട്? ഒരാളുടെ 2019 ഫെബ്രുവരി 24. ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 10 മാസം. 10 മാസത്തിൻ്റെ വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ള ദശാസന്ധിയുടെ. പക്ഷേ 2019 വർക്ക് ഇവർ രണ്ടുപേരും വിട്ട് താമസിക്കാം. ഞാൻ 1 വർഷം 1 വർഷത്തിൽ പുറത്തേത് ഞാൻ നോക്കിയ ജാതകമല്ല. ഞാൻ കല്യാണം കഴിപ്പിച്ച കേസല്ല. വേറെ ആള് നോക്കി പൂരത്തെടുത്ത് കല്യാണം കഴിച്ച ആളാണ്. കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്. ഇപ്പൊ 2019 രണ്ടുപേരും 2 സ്ഥലത്ത് താമസിക്കുന്നു. ഭാര്യ സുഖമായി ജീവിക്കും. നേരത്തെ സുഖസ്ഥാനം പറഞ്ഞു. ഭാര്യ വളരെ സുഖമായി ജീവിക്കും. ഹലോ, 1.5 കോടിയുള്ള
നമുക്ക് നാളേക്ക് മാറ്റിയല്ലേ, കാരണം ഞാൻ സാധാരണ ഞായറാഴ്ച ഭക്ഷണം കൊണ്ടുവരാറില്ല. അപ്പം ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ നാളെ രാവിലെ 11 മണിക്കൊന്നും ബുദ്ധിമുട്ടില്ല. അതെനിക്ക് വിശന്നുകൊണ്ട് ഞാൻ ഇരിക്കേണ്ടില്ല, അതാണ് ബുദ്ധിമുട്ട്. ഇന്ന് ഞായറാഴ്ച ആയിട്ടൂടെ അടുത്ത ഹോട്ടലിൽ കൂടി ഇല്ല, ഒന്നും ഉണ്ടാവില്ല. അല്ല, എനിക്ക് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, എപ്പോഴും ക്ലാസ് കഴിയാൻ പോണേ ഉള്ളൂ. അതുകൊണ്ടാണ് നാളേക്ക് മാറ്റാം, ഇന്ന് വേണ്ട ശരി, നമുക്ക് പറ്റില്ല. ഇനി 2 മണിക്ക് വരട്ടെ, 2 മണിക്ക് നമ്മളെ കാര്യം പറ്റില്ല. ഇപ്പം ഈ 2019 മുതൽക്ക് ഏതാണ്ട് 2018 മുതൽക്ക് തന്നെ യുദ്ധം തുടങ്ങി. അപ്പോൾ ഇപ്പോൾ 2019 രണ്ടുപേരും 2 സ്ഥലത്താണ്. നക്ഷത്രപ്പൊരുത്തം 4, പാപസാമ്യം സ്ത്രീ കൂടുതൽ ഇല്ല, അതായത് സ്ത്രീ കൂടുതൽ. ദശാസന്ധി ദോഷം ഉണ്ട് 2019. ഞാൻ ശരിയോ തെറ്റോ എന്നറിയില്ല. ഈ രണ്ടുപേരും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നതാണ്. അപ്പൊ ജാതകം ചേർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദശാസന്ധി വന്നപ്പോൾ സെപ്പറേറ്റഡ് ആയി, അല്ലെങ്കിൽ സെപ്പറേഷൻ പോലത്തെ അവസ്ഥ വന്നു. സെപ്പറേഷനാണ്. ഡിവോഴ്സ് ആണ്. അപ്പം ഭാര്യ പറയണത് ഈ ഭർത്താവ് ഒരു മോളെ കൂടി താമസിക്കും. ഭാര്യ പറഞ്ഞത് എൻ്റെ അച്ഛനവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ നിൻ്റെ അവിടെ നിന്ന് താമസിക്കാം. ഭാര്യ സ്വന്തമായി ജീവിക്കുന്നു, ഭർത്താവ് സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ആസ്വദിച്ചുകൊണ്ട്, ഞാൻ എന്ത് പറഞ്ഞില്ല, ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നു. അതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഭർത്താവിനാണെങ്കിൽ ജോലിയുമില്ല, പുള്ളി ചെറിയ രോഗിയാണ്, പിന്നെ ഒരു മോളെ കൂടിയാണ് താമസിക്കുന്നത്. 2 പെൺകുട്ടികളാണ്, 2 പേരും നന്നായി ജീവിക്കും. അപ്പോൾ അമ്മ പറയുന്നത് അച്ഛനെ ഇറക്കി വിട്, ഞാൻ വന്ന് താമസിക്കും. അപ്പോൾ മോള് പറയുന്നത് വെച്ചാൽ അച്ഛനെ ഇറക്കി വിട്ടിട്ട് അമ്മ ഞങ്ങളിവിടെ നിൽക്കണ്ട, ഞങ്ങൾ ഭർത്തനെ ഇറക്കി വിട്ടിട്ട് ഞാനത് ഹോസ്റ്റലിൽ പോയി താമസിക്കാം. അമ്മ വേണ്ട, അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ വരികയാണെങ്കിൽ വേറെ ഉണ്ട്. എന്ത് ചെയ്യും? അത് നമ്മൾ ജാതകത്തിനാ നോക്കുന്നതൊക്കെ പറഞ്ഞില്ല, ജാതകം നോക്കിയുള്ള ഒരു വ്യത്യാസമാണ് കാണുന്നത്. എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയുന്നത്, ഞാൻ ഈ കുട്ടികൾക്ക് ഒരു 3 വയസ്സുള്ള കാലത്ത് ഈ അറിയിക്കാറ്. ഇത്രയും വർഷങ്ങളായില്ല. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് നോക്കേണ്ടത്. നക്ഷത്രപ്പൊരുത്തം നോക്കുക, പാപസാമ്യം ഉണ്ടോ എന്ന് നോക്കുക. അപ്പം നമ്മളിത് നോക്കുന്ന കാലത്ത് വളരെ സീരിയസ് ആയിട്ട് ജാതകം നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കാരണവശാലും ഒരു വിട്ടുവീഴ്ച, ഞാനാണെങ്കിൽ ഈ ജാതകം ചേർക്കില്ല. പിന്നെ ഞാനിത് മനുഷ്യന് അബദ്ധങ്ങളൊക്കെ വരാം, പക്ഷെ അങ്ങനെ കയ്യിൽ നിന്ന് വരാതെ നമ്മൾ നോക്കണം. നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്കൊക്കെ തരാം. ഇത് അടുത്ത ക്ലാസ്സിൽ ഒരു 1-2 ജാതകങ്ങളെ അനലൈസ് ചെയ്യട്ടെ. കുറച്ച് ഹോംവർക്ക് ചെയ്യാം. ഹലോ.